ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയെക്കുറിച്ച്, ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു സഭ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ കർത്താവ് അവസരം തന്നു വരികയാണ്. അതിൻ്റെ ഒരു ഭാഗം നിങ്ങളുമായിട്ട് വേഗത്തിൽ പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം, അതിൻ്റെ 46-47 വാക്യങ്ങൾ. ആ 2 വാക്യം ഞാനിവിടെ വായിക്കുന്നു. എല്ലാവരും ബൈബിൾ തുറന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2-ന്റെ 46-47 വാക്യങ്ങൾ ശ്രദ്ധിച്ചാലും. ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. യേശു കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയും, രക്ഷകൻ ഇറങ്ങി വന്നു. പാപത്തിന്റെ പരിഹാരത്തിനായി പ്രായശ്ചിത്ത യാഗമാകാൻ യേശു കർത്താവ് ഇറങ്ങി വന്നു. ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള, വ്യക്തിപരമായിട്ടുള്ള നിലയിൽ അതാണ് അതിൻ്റെ സത്ത് എന്നുള്ളത്. യേശു കർത്താവ് രക്ഷിതാവാണ്. പാപിയായ വ്യക്തിയെ പിതാവിനോട് അടുപ്പിക്കാനാണ് യേശു കർത്താവ് ഇറങ്ങി വന്നത്. എന്നാൽ ആ വിശാലമായ അർത്ഥത്തിൽ ചിന്തിച്ചാൽ കേവലം 1-2 പേരെ രക്ഷിക്കപ്പെടുന്നവരെ അവിടെയും ഇവിടെയുമായിട്ട് പിതാവിനോട് നിരപ്പിക്കുന്നതോടൊപ്പം ഒരു വലിയ ദൗത്യത്തിന്റെ ഭാഗമാണ് യേശു കർത്താവ്. ആ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ, യേശു കർത്താവിൻ്റെ ശരീരം, യേശു കർത്താവ് ദൈവ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്ന വീട്, ദൈവത്തിന്റെ മണവാട്ടി ചർച്ച്, ദൈവസഭയുടെ ഒരു സ്വപ്നമാണ് ഈ ഇറങ്ങി വരവിൽ ഉള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോ വായിച്ച വാക്യത്തിന്റെ മുമ്പുള്ള വാക്യങ്ങളിൽ കാണുന്നത്, രക്ഷിക്കപ്പെട്ടവർ ദിനം പ്രതി സഭയോട് ചേർന്നുകൊണ്ടിരുന്നു. ചർച്ച് ഈസ് ദ ഹാർട്ട് ബീറ്റ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് ചിന്തകന്മാരും ഭക്തന്മാരും ഒക്കെ പറയുന്നത്, there should not be any saint outside of church. ഞാൻ രക്ഷിക്കപ്പെട്ടു, പക്ഷെ ഞാൻ സഭയിലൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ സഭയിൽ പോകാനുള്ള നിയോഗമില്ല എന്ന് പറയാൻ ആർക്കും കഴിയത്തില്ല. കാരണം നമ്മുടെ വിളി പൂർത്തീകരിക്കുന്നത് ദൈവസഭയാം ശരീരത്തിൽ, ആ ഭവനത്തിൽ, ആ മണവാട്ടിയായി നമ്മൾ മാറുമ്പോഴാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദൈവസഭയാണ് മുഖ്യമായ വിഷയം. ശുശ്രൂഷകർ തന്നെ എന്തിനാണ്? അപ്പോസ്റ്റൽസ്, പ്രോഫറ്റ്സ്, ഇവാഞ്ചലിസ്റ്റ്, പാസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, ഇവരെല്ലാം ഓരോ ബാഗ് എടുത്തോണ്ട് ഓരോ വഴിക്കൂടെ, ഞാൻ ഉപദേശിയാണ്, ഞാൻ പ്രവാചകനാണ്, ഞാൻ കൺവെൻഷൻ പ്രാസംഗികനാണ്, പോകാനല്ല. അപ്പോസ്റ്റൽ, പ്രോഫറ്റ്, ഇവാഞ്ചലിസ്റ്റ്, പാസ്റ്റർ, ടീച്ചർ എന്തിനാണെന്ന് ചോദിച്ചാൽ സഭയെ ദൗത്യത്തിനായി ഒരുക്കാൻ വേണ്ടിയാണ് ഈ ശുശ്രൂഷകരെ വെച്ചിരിക്കുന്നത്. നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടത് കർത്താവിന്റെ വരവെങ്കിൽ എനിക്ക് പോകണം, ആ ഒരു കാര്യം മാത്രമല്ല, വിശാലമായ അർത്ഥത്തിൽ യെസ്, കർത്താവിന്റെ വരവുണ്ട്, നമ്മൾ പോകുന്നുണ്ട്. വീണ്ടെടുക്കപ്പെട്ടവരുടെ ഒരു കൂട്ടത്തിന്റെ ഭാഗമായി നമ്മൾ മാറുമ്പോഴേ ആ ദൈവത്തിന്റെ സ്വപ്നം യഥാർത്ഥമായി നമ്മളിൽ സാക്ഷാത്കരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന സഭയെക്കുറിച്ച് ഇതൊരു വലിയ മിസ്റ്ററി ആണെന്നാണ് പറയുന്നത്. ഒരു വലിയ മർമ്മമാണ് ദൈവത്തിന്റെ സഭ. എന്താ മർമ്മം എന്ന വാക്കിന്റെ അർത്ഥം? പുതിയ നിയമത്തിൽ മിസ്റ്ററി എന്ന വാക്കിന്റെ അർത്ഥം ചിലർക്കേ ഇത് മനസ്സിലാകത്തുള്ളൂ. ഇതൊരു മർമ്മം എന്നല്ല. പഴയ നിയമത്തിൽ മുഴുവനായി വെളിപ്പെട്ട് കിട്ടാത്ത, എന്നാൽ ഇന്ന് എല്ലാവർക്കും വെളിപ്പെട്ട് കിട്ടിയ ചർച്ച് എന്ന വലിയ മർമ്മം വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. എങ്ങനെയാണ് പഴയ നിയമത്തിലെ കൂടിവരവ്? അത് ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പരിച്ഛേദന ഏറ്റവർ, ന്യായപ്രമാണം അനുസരിക്കുന്നവരെല്ലാം കൂടെ കൂടി വന്ന് ബൈ ബർത്ത് യഹൂദന്മാർ മറ്റുള്ളവരെ വിളിക്കുന്നതാണ്, ന്യായപ്രമാണത്തോട് അട്രാക്റ്റഡ് ആയവരെ വിളിക്കുന്നതാണ് ഗോഡ് ഫിയറേഴ്സ്. ഒരു സ്റ്റെപ്പ് കൂടെ അടുത്തോട്ട് വരുന്നവരെ വിളിക്കുന്നതാണ് പ്രോസിലൈറ്റ്സ്.
വെളിയിലുള്ളവരാണ് ജാതികളുണ്ട്, ഗോഡ് ഫിയറേഴ്സ് ഉണ്ട്, പ്രോസിലൈറ്റ്സ് ഉണ്ട്, ഈ യഹൂദന്മാർ ബൈ ബർത്ത് ന്യായപ്രമാണം കിട്ടിയവർ. എന്നാൽ ഈ ഒരു സമ്പ്രദായം, ചർച്ച് എന്ന മർമ്മം വെളിപ്പെട്ട് വന്നപ്പോ ഇവിടെ ജനനമല്ല കാര്യം, ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതല്ല കാര്യം. ഇവിടെ പുറമേ ഉള്ള എന്തെങ്കിലും വേഷവിധാനത്തിന്റെയോ കൾച്ചറിന്റെയോ അർത്ഥത്തിലല്ല, ജൂയിഷ് കസ്റ്റം പോലെയല്ല അകത്തേക്ക് വരുന്നത്. യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും, ഏത് ജാതിയിൽ നിന്നും, ഏത് ഗോത്രത്തിൽ നിന്നും, ജനിച്ച വീടല്ല കാര്യം, ജനിക്കപ്പെട്ടു വീഴുന്ന വീടിനെ വിളിക്കുന്നതാണ് ദൈവസഭ. എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, ഞാൻ ജനിച്ച വീടിന്റെ മഹാത്മ്യമല്ല, പിതാവിന്റെയോ വല്യപ്പച്ചന്റെയോ അക്കംപ്ലിഷ്മെന്റ് അല്ല. ഞാൻ ക്രൂശിന്റെ ചവിട്ടിൽ നഗ്നനായിരുന്നു, എനിക്ക് ദൈവത്തിന്റെ വസ്ത്രം കിട്ടി, നീതിയുടെ ഉടുപ്പ് കിട്ടി. രക്ഷിക്കപ്പെട്ടവർ ദിനം പ്രതി സഭയോട് ചേർന്നു. യഹൂദരെന്നില്ല, സ്ത്രീ എന്നില്ല, പുരുഷരെന്നില്ല, യവനരെന്നില്ല, ദാസരെന്നില്ല, യജമാനെന്നുമില്ല, എല്ലാവരും സഭയിൽ ഒന്നാക്കപ്പെടുന്നു. ഇത് വലിയ ഒരു മിസ്റ്ററിയാണ്, ഇതൊരു വലിയ വെളിപ്പാടാണ്. ഇതിനെന്തെങ്കിലും ഒരു വ്യതിയാനം ചെന്നാൽ ഉടൻ പൗലോസ് അപ്പോസ്തലൻ പറയും, അയ്യോ ഇത് സംഭവിക്കൊക്കത്തില്ല. യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയുടെ ദർശനം കിട്ടാത്ത ഒരാളെ പൗലോസ് വിളിക്കുന്നത് നീ ജഡീകനാണ്, പ്രാകൃത മനുഷ്യനെ പോലെയാണ് ദൈനംദിന ജീവിതത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. സഭ എന്നുള്ളത് വിശുദ്ധമായ ഒരു മന്ദിരമാണ്, ദൈവസഭയെ നശിപ്പിക്കരുത് എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നു. ലേഖനങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇന്നത്തെ ദിവസം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്, സഭയാണ് ദൈവത്തിന്റെ ഹൃദയം ഇടിപ്പെങ്കിൽ, യേശു കർത്താവ് ഒരു മണവാട്ടിയെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവ് സഭയെന്ന മന്ദിരത്തിൽ രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലോട്ടാണ് ഇറങ്ങി വന്ന് വസിക്കുന്നതെങ്കിൽ, ഈ സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം എന്താണ്? 42 മുതലുള്ള വാക്യങ്ങളിൽ 10 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുറിവാക്യമായി തെരഞ്ഞെടുത്തിരിക്കുന്ന 46, 47 വാക്യമാണ്. അതിലേക്ക് നമ്മുടെ ചിന്തകൾ നമുക്ക് കേന്ദ്രീകരിക്കാം. എന്നാൽ 42 മുതലുള്ള വാക്യങ്ങളിൽ ഞാനൊന്ന് ഉദ്ധരിച്ചു വിടാം. പേനായും പേപ്പറും ഉള്ളവർ ഇതൊന്ന് നോട്ട് ചെയ്യണമേ. ആദ്യമായി സഭ, ഒരു ആരോഗ്യമുള്ള സഭ, ഒരു ശക്തിയുള്ള സഭ, അതെങ്ങനെ ഇരിക്കും? 42-ാം വാക്യത്തിൽ പറയുന്നത്, അവർ, ഈ രക്ഷിക്കപ്പെട്ടവർ, സഭയിൽ വന്നവർ, ഫസ്റ്റ് കാര്യം പറയുന്നത് അവർ അപ്പോസ്തലന്മാരുടെ, അടുത്ത വാക്കെന്താ? ഉപദേശം. ഒരാരോഗ്യമുള്ള സഭയെ എങ്ങനെ തിരിച്ചറിയും? ഒരു ശക്തിയുള്ള സഭയെ, ദൈവത്തിന്റെ സ്വപ്നത്തിലുള്ള സഭയുടെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയി പറയുന്ന ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. അതാണ് പ്രാമുഖ്യമായി നിൽക്കുന്ന കാര്യം. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ ചിന്തിക്കുകയായിരുന്നു, പലരും പറയുന്നത് എന്താണെന്നറിയാം? ഉപദേശം ഭിന്നിപ്പിക്കുന്നതാ. നമുക്ക് ഉപദേശം കുറച്ചിട്ട് നമുക്ക് യേശുവിനെ പ്രസംഗിക്കാം. ഉപദേശം എന്തോ ചെയ്യും? ഉപദേശം ഭിന്നിപ്പിക്കും. ഈ ഉപദേശം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആൾക്കാർ വരത്തില്ല. ഉപദേശം ഭിന്നിപ്പിക്കുന്നതാണ്. പല ഉപദേശവുമായി നമ്മൾ കരുതിയിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ ജീവിത ശൈലിയുമായിട്ട് ബന്ധപ്പെട്ട്, വസ്ത്രത്തിന്റെ നിറമോ മുടിയുടെ വെട്ടോ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, സമ്പ്രദായങ്ങൾ, വചന അടിസ്ഥാനമായിട്ടുള്ള നല്ല പരിചയങ്ങളുമുണ്ട്, കസ്റ്റംസായി കൾച്ചറിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പരിചയങ്ങളുമുണ്ട്. ഈ പരിചയം, ഏത് പരിചയം? വചനാടിസ്ഥാനമൊന്നുമല്ല, എന്നാൽ പാരമ്പര്യമായി ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ പുറമേ ഉള്ളതാണ്, പലപ്പോഴും അത് എക്സ്റ്റേണൽ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശരിയാണ്, അതാ ഉപദേശമായി ചിന്തിക്കുന്നതെങ്കിൽ ഭിന്നിപ്പിക്കും. എന്നാൽ ഇവിടെ പറയുന്ന ഉപദേശം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്ന് പറയുന്ന ഉപദേശം, വസ്ത്രത്തിന്റെ കാര്യമോ കേവല പുറമേ ഉള്ള കുറെ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യമല്ല. ഇവിടെ പറയുന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന്റെ ഒരു സാമ്പിൾ അതിന്റെ മുമ്പുള്ള വാക്യങ്ങളിൽ പത്രോസിന്റെ 1-ാം പ്രസംഗത്തിൽ എഴുതിയിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? യേശു കർത്താവിന്റെ ജനനം,
യേശു കർത്താവിന്റെ പവിത്രമായ വിശുദ്ധമായ ജീവിതം, യേശു കർത്താവിന്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, യേശു കർത്താവിന്റെ രണ്ടാം വരവ്, ഈ യേശുവിൽ ഞാൻ അർപ്പിക്കുന്ന ആശ്രയം, എന്റെ മാനസാന്തരം, എന്റെ വിശ്വാസത്തിലൂടെ എനിക്ക് ലഭിക്കുന്ന ആത്മരക്ഷ, ഇതാണ് അപ്പോസ്തോലിക് ടീച്ചിങ്. ഇത് ആൾക്കാരെ ഇന്നും പല തട്ടിലാക്കുന്നതാണ് അപ്പോസ്തോലിക് ടീച്ചിങ്, യേശുവിനെ കുറിച്ചുള്ള നിസ്തുല്യമായ പ്രസംഗങ്ങൾ. പക്ഷെ എല്ലാവർക്കും ഇഷ്ടം എന്താന്ന് ചോദിച്ചാൽ, യേശു രോഗികളെ സൗഖ്യമാകുന്നു, യേശു കണ്ണുനീർ തുടയ്ക്കുന്നു, യേശുവിന്റെ അടുക്കൽ വാ, ഒരു കുഞ്ഞാടിനെ പോലെ ഇടയൻ നിന്നെ കയ്യിൽ കൊണ്ട് നടക്കും. ഇതെല്ലാവർക്കും ഇഷ്ടമാണ്. യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പ്രസംഗിക്ക്, യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് വിളിച്ചു പറ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിനെ കാണത്തില്ല എന്ന് പറയുമ്പോൾ ഈ ഉപദേശം ഇന്നും മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ ഒക്കാത്തതാ. എന്നാൽ ദൈവസഭയിലുള്ളവർ, ഓൺലൈനിലുള്ളവർ കേൾക്കണമേ, ഒരു സഭയായി തീരുന്നത് എന്തെങ്കിലും പറയുമ്പോഴല്ല, യേശു മാത്രം രക്ഷകൻ എന്ന് പറയുമ്പോൾ ആത്മരക്ഷയുടെ നിസ്തുല്യമായ സന്ദേശങ്ങളിലാണ് ഒരു സഭയുടെ അടിസ്ഥാനം ഇരിക്കുന്നത്. ആ അടിസ്ഥാനം, മൂലക്കല്ലായ ക്രിസ്തുവിന്റെ മേലാണ് യഥാർത്ഥ ദൈവസഭ പണിയുന്നത്. ആ സഭയാണ് യേശുവിന്റെ മണവാട്ടിയായി കാണപ്പെടുന്നത്. ഞാൻ അവളെ വചനമെന്ന നിർദോഷമായ ആ ജലസ്നാനത്താൽ കഴുകി വെടിപ്പാക്കി, വചനത്താൽ ജനിക്കപ്പെട്ട, വചനത്താൽ വിശുദ്ധീകരണത്തിലേക്ക് ആത്മാവിന്റെ സഹായത്തോടെ നയിക്കുന്ന ആ സഭയെയാണ് യഥാർത്ഥ സഭയായി, ഉപദേശവുമായി റൂട്ടഡായിരിക്കുന്ന ദൈവസഭ. അത് മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡോക്ട്രിൻസ്, ഉപദേശം. യേശു കർത്താവിന്റെ ജീവിതവും പ്രത്യാശയും വിശുദ്ധ ജീവിതവും വിട്ട് ഒരു സഭയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അതാണ് ഫസ്റ്റ് കാര്യം. അത് കഴിഞ്ഞിട്ടേ എന്തോ വരുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഒരു ആരോഗ്യമുള്ള, ഒരു ശക്തിയുള്ള സഭയുടെ രണ്ടാമത്തെ ലക്ഷണമായി പറയുന്നത് കൂട്ടായ്മയാണ്. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാംഗ്ലൂരിന്റെ പശ്ചാത്തലത്തിൽ പറയാം, കൊക്കക്കോളയും ഡോണട്ടും ആണ് കൂട്ടായ്മ എന്ന് പറയുമ്പോഴേ മനസ്സിൽ വരുന്നത്, അല്ലെ ബർഗർ. നമ്മുടെ ഇവിടുത്തെ ഒരു പക്ഷെങ്കിൽ ഉഴുന്നുവടയോ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ സാൻഡ്വിച്ചും കേക്കും. കൂട്ടായ്മ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഉണ്ട് കൂട്ടായ്മയിൽ. പക്ഷേ ഈ വാക്കിന്റെ അർത്ഥം എന്തുവാ? കൊയിനോനിയ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തിയിൽ ആദ്യമായി കാണുകയാണ്. ലേഖനങ്ങളിൽ പല ആവർത്തി, ഫിലിപ്പി ലേഖനത്തിലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ആദ്യമായിട്ടൊരു വേർഡ് പറയുകയാണ്. ജോൺ സ്റ്റോട്ട് എന്ന വേദശാസ്ത്രജ്ഞൻ പറയുന്നത്, മേ ബി ദാറ്റ് വേർഡ് ഇസ് ബർത്ത് ഹിയർ, ഇവിടെ ആയിരിക്കാം അത് ഉണ്ടായത് എന്നാണ്. കാരണം അതുപോലെ വലിയൊരു വാക്കാണ് അത്. സഭ ഉപദേശം കേട്ടു. അടുത്തത് കൂട്ടായ്മ, കൊയിനോനിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അസലർത്ഥം ഇത്ര മാത്രമാണ്: ഹാവിങ് തിങ്സ് ഇൻ കോമൺ. ഒരുമിച്ച് ഒന്നായി കരുതുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടവർ. അപ്പൊ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നില്ലേ? ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ മാത്രമല്ല. എന്തെങ്കിലും ഒരു പൊതുപരിപാടിയിൽ, ഇപ്പൊ ബാംഗ്ലൂരിൽ അറിയാം, കേരള സമാജം എന്ന് പറഞ്ഞ ഒരു വലിയ ബൃഹത്തായ പ്രസ്ഥാനമുണ്ട്. അതിന്റെ പല പരിപാടികളുണ്ട്. കേരള സമാജത്തിന്റെ പരിപാടിയിൽ ഒരുമിച്ച് എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കും. അതിനെ എന്തോ വിളിക്കാം? നല്ല കൂട്ടായ്മയാണ്. സദ്യ ഉണ്ടാകും, പായസം ഉണ്ടാകും. ഈ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോവാം. നമ്മൾ പ്രത്യേകിച്ച് ഇവിടുന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക്, ഓസ്ട്രേലിയയിലോ കാനഡയിലേക്കോ യു കെയിലോ ഒക്കെ പോകുമ്പോൾ എല്ലായിടും ഉണ്ട് മലയാളി സമാജങ്ങൾ, കേരള ഇത്, കൾച്ചറൽ ഇത്, അതെല്ലാം ഭയങ്കര കൂട്ടായ്മയാണ്. എല്ലാവരും അന്ന് മുണ്ടെടുക്കുന്നു, എല്ലാവരും ജുബ ഇടുന്നു, എല്ലാവർക്കും ഒരു എ പ്ലേസ് ടു ബിലോങ്. എന്നാൽ ഈ വാക്കിന്റെ അർത്ഥം കേവലം എനിക്കൊരു കൂട്ടായ്മ അതല്ല. ഹാവിങ് തിങ്സ് ഇൻ കോമൺ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയാണ് പ്രസിദ്ധനായ ഒരു വേദശാസ്ത്രജ്ഞൻ പറയുന്നത്, ഏതാണ് ഈ ആദ്യത്തെ കാര്യം കോമൺ ആയിട്ടുള്ളത് ഒരു സഭയിൽ? എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോ കോമൺ ആയിട്ടുള്ള ഏക കാര്യം, ഫസ്റ്റ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പാപിയായിരുന്നു,
നിങ്ങളും പാപിയായിരുന്നു. നമ്മളെ രക്ഷിക്കുന്ന ഏക രക്ഷിതാവിന്റെ സന്നിധിയിൽ ആ രക്ഷിതാവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു കോമൺ തിങ് നമുക്കുണ്ട്. അത് ചിലർ ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ അത് പ്രയാസം വരും. നിന്നെ പോലെ അല്ല ഞാൻ എന്നായിരിക്കും ആദ്യം പറയാൻ വരുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന പെന്തിക്കോസിൽ ജനിച്ച് 2 or 3 തലമുറയായി കഴിയുമ്പോൾ ഇന്നലെ വന്നവരെക്കാട്ടിൽ എന്തോ കൂടുതൽ ആയി എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, 3 തലമുറ മുമ്പാണെങ്കിലും ഇന്നലെ വന്നതാണെങ്കിലും എല്ലാവർക്കും പറയാനുള്ള ഒരു കോമൺ തിങ് ആണ്. എന്താ കോമൺ തിങ്? ഐ വാസ് എ സിന്നർ സേവ്ഡ് ബൈ ദ ഗ്രേസ്. അതിനപ്പുറമായി ഒന്നുമില്ല. കൊയിനോനിയ എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഹാവ് തിങ്സ് ഇൻ കോമൺ വിത്ത് അതർ ബ്രദേഴ്സ്. എന്താ ഈ കോമൺ തിങ്? സാൽവേഷൻ ഈസ് ത്രൂ ജീസസ് ഓൺലി. ദാറ്റ് ഈസ് എ കോമൺ തിങ്. I am a sinner, you were a sinner. That's a common thing. അതുകൊണ്ടാണ് എഫെസ്യർ 4 പറയുന്നത്, ഏക പ്രത്യാശ, ഏക ക്രിസ്തു, ഏക സ്നാനം, ഏക ദൈവം, ഇതല്ലേ നമുക്കുള്ള കൂട്ടായ്മ. ഉപദേശമില്ലാത്തൊരു കൂട്ടായ്മയുടെ പുറകെ പോകരുതേ. ഉപദേശത്തിൽ അടങ്ങിയിരിക്കുന്ന കൂട്ടായ്മ എന്തെന്ന് ചോദിച്ചാൽ, ആരാധിക്കാനായി നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോ എല്ലാവരുടെയും ഉള്ളിൽ ഹൃദയം നന്ദിയാൽ നിറയുക. എന്തോർത്ത? ഒരു കാര്യം ഓർത്ത, എന്നെ രക്ഷിച്ച രക്ഷകന്റെ സ്നേഹം ഓർക്കുമ്പോ എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. അതിലൊരു കൂട്ടായ്മ. അങ്ങനെ കൂട്ടായ്മ ഉണ്ടോ ദൈവമക്കളെ? ഈ കുമ്പനാട്, കരിയിലമുക്ക്, ഓതറ, തിരുവല്ല പ്രദേശങ്ങളിൽ നിന്നും ഒരു കൂട്ടായ്മ. എന്ത് കൂട്ടായ്മയാണ്? ഈ 2025 രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട ഒരു ആരാധനാലയത്തിൽ വന്നിരിപ്പാനായി ദൈവം എന്നെ തെരഞ്ഞെടുത്തു, താങ്കളെയും തെരഞ്ഞെടുത്തു. ഒരു വിശുദ്ധ വിളിയാൽ എന്നെ വിളിച്ചിരിക്കുന്നു, ആത്മാവിന്റെ നിറവിനാൽ എന്നെ നിറച്ചിരിക്കുന്നു. അതിന്റെ ഒരു കൂട്ടായ്മ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഡോണറ്റ്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉഴുന്നുവട. അല്ലെങ്കിൽ അവസാനം ഉഴുന്നുവട ചൊല്ലിയായിരിക്കും പ്രശ്നം. എനിക്ക് എന്തുകൊണ്ടാ കരിഞ്ഞതെടുത്ത് തന്നെ? പലയിടത്തും ഭക്ഷണത്തെ ചൊല്ലിയാണ് പ്രശ്നം. ഇവിടെയും ഉണ്ടായി കേട്ടോ. ആദ്യ സഭയിൽ തന്നെ ഉണ്ടായി. 6-ാം അധ്യായമായപ്പോ ഭക്ഷണം കൂട്ടായ്മയ്ക്ക് വേണ്ടി വെക്കുന്നതാണ്. പക്ഷെ ഇതെന്തോ ആകാം. ഉപദേശമില്ലാത്ത ഭക്ഷണമാണെങ്കിൽ, ഉപദേശത്തോട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അവസാനം ഭക്ഷണത്തെ ചൊല്ലി ഭിന്നതയുണ്ടാകാം. കൊയിനോനിയയുടെ ആദ്യ അർത്ഥം, വി ഹാവ് കോമൺ തിങ്സ് ഇൻ ഫാദർഹുഡ്, ഇൻ സൺഷിപ്പ്, ഇൻ ഹോളി സ്പിരിറ്റ്. അവിടുന്ന് വരുന്നൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ എന്താണെന്നറിയാം? ഷെയറിങ് ഇൻ മാത്രമല്ല, ഷെയറിങ് ഔട്ട് എന്നാണ് അതിനെ വിളിക്കുന്നത്. എന്തുവാണത്? അത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. കേവലം വന്ന് ഒരു 5000 രൂപ മുടക്കി എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല. ദോ ദാറ്റ് ഈസ് ഓൾ വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഒരുമിച്ച് നമ്മളൊന്ന് റിട്രീറ്റിന് പോകുന്നതും അത് എത്രയോ നല്ല സമയമാണ്. തിരക്കിൽ നിന്നും നമുക്ക് വേറിട്ട് കുടുംബങ്ങളായി ഒന്ന് ദൈവസ്ഥലത്ത് ഇരിക്കാൻ കിട്ടുന്ന അവസരം. എന്നാൽ ഈ പറയുന്ന കൂട്ടായ്മ എന്താണെന്നറിയാം? ഒന്നിച്ച് നമ്മൾ, ഞാൻ പാപിയാണെന്നുള്ള ആ തിരിച്ചറിവ്, നമ്മളെല്ലാവരും യേശു കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു കോമൺ തിങ് ഉണ്ടായി കഴിയുമ്പോ, ഈ 2:42 കൂട്ടായ്മയുടെ നിർവചനം 4:32 എഴുതിയിട്ടുണ്ട്. ഒന്ന് നോക്കാമോ? 4:32 നിങ്ങൾ ഒരാൾക്കൊന്ന് വായിക്കാമോ? ചാപ്റ്റർ 4:32. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. 2ാം തലം, കൊയിനോനിയയുടെ 2ാം തലം. ആദ്യ തലം ഉപദേശത്തിന്റെ ഒരു കൂട്ടായ്മയാണ്. 2ാം തലം ഈ ഷെയറിങ് ഇൻ ചെയ്തവർ ഷെയർ ഔട്ട് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. എന്താണ് അവിടെ പറയുന്നത്? 100 പേര് ഇരിപ്പുണ്ട്, പക്ഷെ എത്ര ഹൃദയമുണ്ട്? ഒരു ഹൃദയം. അവരെല്ലാരും വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയം. ഹൃദയം, മനസ്സ് സിനോണിമസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന 2 പദങ്ങളാണ്. മനസ്സെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അത് മനസ്സിലാക്കാൻ വേണ്ടി പല ചിന്തകൾ ഫ്ലാഷ് ചെയ്ത് പോകും മനസ്സിൽ. ഹൃദയം എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ സീറ്റ് ഓഫ് ഇമോഷൻസ്. കസാര വന്ന് ഇരിക്കുന്ന പോലാണ് ഹൃദയം. അതിനെ ഡ്വെല് ചെയ്യുന്ന തോട്ട്സ് ആണ്. മനസ്സെന്ന് പറയുമ്പോൾ പലതും കയറി വരും, നടന്നു പോകുന്ന പോലെയാണ്. കസാരയിൽ ഇരിക്കുന്ന പോലെയാണ് ഹൃദയം.
ആദ്യ സഭയുടെ ക്വാളിറ്റി ടീച്ചിങ്. രണ്ടാമത് കൊയിനോനിയ എന്ന് പറഞ്ഞാൽ എന്താ? അവരെല്ലാവരും ഏകസത്യ ദൈവത്തിൽ ഒരുപോലെ വിശ്വസിച്ചു. അതിന്റെ വെളിച്ചമായി വെളിയിലോട്ട് വന്നത് ഏക ഹൃദയം, ഏക മനസ്സ്. തിങ്സ് ഇൻ കോമൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? തനിക്കുള്ളതൊന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല. ഭൗതിക നന്മകളെല്ലാം കൊണ്ട് എല്ലാം കോമൺ ആണെന്ന് പറഞ്ഞു. എഗെയിൻ ഞാൻ ഇന്ന് രാവിലെ ചിന്തിക്കുകയായിരുന്നു, പലർക്കും പ്രാർത്ഥനാ വിഷയം തന്നെ പറയാൻ പേടിയാണ് പലയിടങ്ങളിലും. കാരണം എന്താ? സഭയാണ്, പക്ഷേ ചിലരെ ഇഷ്ടമല്ല. അല്ലെങ്കിൽ അവരോട് ഇതിപ്പൊ പറഞ്ഞാൽ മൂന്നാമതൊരാൾ അറിഞ്ഞ് മൊത്തം നമ്മൾ എങ്ങനെയാ ഒരു വെളിയിൽ ഒരു ക്ലബിൽ അവരോട് ഇപ്പൊ പറയണ്ട കേട്ടോ, ഇവിടെ പിന്നീട് ഞാൻ പറഞ്ഞോളാം. ഭയങ്കര കാൽക്കുലേഷനോടെ കണ്ണിങ് ആയിട്ട് എങ്ങും പിടികൊടുക്കാത്ത ഒരു രീതി. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ശരിക്കും ദൈവസഭയിൽ നമ്മൾ ആക്കപ്പെട്ടാൽ, ശരീരത്തിന്റെ ഭാഗമാണെങ്കിൽ, പ്രാർത്ഥനാ വിഷയത്തിന്റെ കാര്യം വരുമ്പോഴോ, സ്വന്തമായ ഒരു നീഡിന്റെ കാര്യം വരുമ്പോഴോ, പ്രേയർ റിക്വസ്റ്റിന്റെ കാര്യം വരുമ്പോഴോ, രണ്ടൊന്ന് ചിന്തിച്ചിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ ഇതുവരെ സിങ്ക് ആയിട്ടില്ല. സിങ്ക് കോ എയേഴ്സ്. നമ്മൾ ക്രിസ്തുവിന്റെ അവകാശത്തിന്റെ കൂട്ടവകാശികളാണ്. നമ്മൾ ഒരേ ശരീരത്തിന്റെ പല അവയവങ്ങളാണ്. നമ്മൾ ഒരു കെട്ടിടത്തിന്റെ ബ്രിക്സ് ആണ്. ഒരുമിച്ച് പണിയുന്നവരാണ്, ഒരുമിച്ച് ചേർത്ത് പണിയപ്പെടുന്നവരാണ്. ഇതൊക്കെയാണ് ഭാഷകൾ പുതിയ നിയമത്തിലെ. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ വേദന, ഒരാളുടെ പരാജയം, ഒരാളുടെ കുഞ്ഞു പരീക്ഷയിൽ തോറ്റാൽ അത് ആരുടെ വിഷമമാവും? എല്ലാരും മൗനമായിപ്പോ. ഒരാളുടെ സന്തോഷം എല്ലാവരുടെയും സന്തോഷമാവും. ഒരാൾക്കൊരു നല്ല മാർക്ക് കിട്ടിയാൽ എല്ലാവരും സന്തോഷിക്കും. അല്ലാതെ മാറി എന്ന് പറയല്ല, ഇവൻ പഠിച്ചതായിരിക്കുമോ, അത് സ്കൂളുകാർ പറയട്ടെ. നമ്മൾ സന്തോഷം ഒരുമിച്ച്, ദുഃഖം ഒരുമിച്ച്. കൊയിനോനിയ എന്ന വാക്കിന്റെ അർത്ഥം ഉപരിവിപ്ലവ തലത്തിൽ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നതല്ല, ഹൃദയം ഒന്നാകുന്നതാണ്. ചുമ്മാ നമ്മൾ എന്തെങ്കിലും സുഖമാണല്ലോ എന്ന് പറയുന്നതല്ല. ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ സാധാരണ ഉള്ളത്ര ഐ എം ഫൈൻ, ഐ എം ഫൈൻ. പക്ഷെ ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അതാണ് ദൈവസഭയുടെ പ്രത്യക്ഷമായ ആരോഗ്യമുള്ളൊരു സഭയുടെ ലക്ഷണം. അങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ടോ ദൈവമക്കളെ? അങ്ങനെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഹൃദയം ഏക ഹൃദയമായോ ഏക മനസ്സായോ? മൂന്നാമതായിട്ട് അവിടെ പറയുന്നത് അപ്പം നുറുക്കിയും. ഈ അപ്പം നുറുക്കുന്നതും ഫൗണ്ടേഷൻ ഇരിക്കുന്ന എവിടെയാ? ഉപദേശത്തിൽ നിന്ന് വരുന്ന കൂട്ടായ്മ, ഉപദേശത്തിൽ അടിസ്ഥാനമായ അപ്പം നുറുക്ക്. ഉപദേശമില്ലാത്ത ഒരു അപ്പം നുറുക്കാണെങ്കിൽ അത് കേവലം റിച്വൽ ആയിരിക്കും, ഒരു പരിചയം. രണ്ട് എക്സ്ട്രീം ഉണ്ട് അപ്പം നുറുക്കളിൽ കാണുന്നത്. ഒന്ന് വളരെ ലാഘവം. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, വളർത്തു മൃഗങ്ങളോടൊപ്പം ഇരുന്ന് ലാഘവത്തോടെ, ഇറ്റ്സ് എ ഫൺ, God has made me his son, I am celebrating with my dog എന്നൊക്കെയുള്ള വീഡിയോസ് വരെ വരുന്നുണ്ട്. എന്തുവാ ഈ ബ്രേക്കിംഗ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ? എത്ര പരിപാവനമായ, പവിത്രമായ, വിശുദ്ധമായ ഒരു ഇൻവിറ്റേഷൻ ആണത്. ഉപദേശത്തിലൂടെ ക്രിസ്തുവിന്റെ രക്ഷണ്യ പ്രവൃത്തി മനസ്സിലാക്കിയ ഒരാൾ ഒരുമിച്ച് ഹൃദയം പങ്കിടുന്ന, മനസ്സ് പങ്കിടുന്ന ഒരു ശരീരം ഒരുമിച്ച് വന്ന് അപ്പം നുറുക്കുന്ന സമയത്ത് അവരോർക്കുന്നത്, ഇതുപോലെ എൻ്റെ യേശുപ്പച്ചന്റെ ശരീരം നുറുങ്ങി, അതുകൊണ്ടാണ് എനിക്ക് സഭയിൽ വരാൻ സാധിച്ചത്. ഒരു വശം ലാഘവമാണ്, ഒരു വശം മനുഷ്യ സമ്പ്രദായത്താൽ ഇതിന്റെ ശക്തിയെ ദുർബലപ്പെടുത്തി. ചില പരിചയങ്ങൾ, ഇപ്പോൾ ചില കൾച്ചറൽ എലമെന്റ്സ് ഒരാളിൽ ഇല്ല എങ്കിൽ എല്ലാവരും കൂടെ പുറമോട്ട് പോയിരിക്കാം, ഇന്ന ആൾക്കാർക്ക് മാത്രമേ ഈ മേശയിൽ നിന്ന് എടുക്കാൻ സാധിക്കുകയുള്ളൂ.
പാപം, കുറ്റം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതാണ്, ലാഘവത്തോടെ എടുക്കേണ്ടതല്ല. എന്നാൽ ചില കൺവീനിയന്റ് പ്രാക്ടീസസിന് വേണ്ടി, സ്ക്രിപ്ചറൽ അല്ല എന്നാൽ ട്രഡീഷനാണ്, അതിനുവേണ്ടി ഞാൻ പറയാം, അങ്ങോട്ട് പുറമോട്ടിരുന്നാട്ട് ഈ അപ്പം നുറുക്കിൽ നിങ്ങളില്ല എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് യേശു കർത്താവിന്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടത്തിന്റെ ഉടമസ്ഥാവകാശം എനിക്കല്ല ലഭിച്ചിരിക്കുന്നത്, ഞാനല്ല നിശ്ചയിക്കുന്നത് ആരാണ് ഇതിന്റെ ഭാഗമെന്ന്. ഇതിന്റെ ഭാഗമായി തീരാനുള്ള ക്വാളിഫിക്കേഷൻ പാപം ക്ഷമിക്കപ്പെട്ട് പ്രായശ്ചിത്ത മരണത്തിൽ വിശ്വസിച്ച് ആത്മനിറവോടെ വിശുദ്ധ ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഭയഭക്തിയോടെ ഈ അപ്പം നുറുക്കുകൾ ഭക്ഷിക്കാവുന്നതാണ്. രണ്ട് എക്സ്ട്രീംസ് കാണുന്നു. ഉപദേശമില്ലാത്തതുകൊണ്ടാണ്, ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നാലാമത് അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയാണ്. ഹെൽത്തി ചർച്ചിന്റെ നാലാമത്തെ ലക്ഷണം, ഈ പ്രാർത്ഥന പോലും ഉപദേശത്തിൽ നിന്നല്ല വരുന്നതെങ്കിൽ പ്രാർത്ഥനയുടെ ഡിറക്ഷൻ മാറിപ്പോകും. അതാ ഉപദേശം ഒന്നാമതായി പറയുന്നത്. ഉപദേശത്തിൽ നിന്നും വരുന്ന കൂട്ടായ്മ, ഉപദേശത്തിൽ നിന്നും വരുന്ന അപ്പം നുറുക്ക്, ഉപദേശത്തിൽ നിന്നും വരുന്ന എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയണമെങ്കിൽ ഉപദേശം വേണം. ഉപദേശം, വാട്ട് ടു പ്രേ, ഹൗ ടു പ്രേ, ടു ഹും ആർ യു പ്രേയിങ്, ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ we have to study the word of God, teachings of the apostles. എന്നിട്ട് അടുത്തതായി പറയുന്നത് എന്താണെന്നറിയാമോ? അഞ്ചാമത്തെ ലക്ഷണം. ഇത് ഞാൻ പറഞ്ഞു വിടുകയാണ്, എനിക്ക് പ്രധാനമായി സംസാരിക്കാനുള്ളത് 46-47 വാക്യങ്ങളാണ്. പക്ഷെ ആ 10 കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു പറയണം. അഞ്ചാമതായിട്ട് അവിടെ പറയുന്നത് 43-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാരേറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അഞ്ചാമത്തെ ലക്ഷണം എന്താ? ഒരു ശക്തിയുള്ള സഭ. അവിടെ ഉപദേശമുണ്ടാകും, അവിടെ ആത്മാവിലുള്ള കൂട്ടായ്മ ഉണ്ടാകും, അവിടെ അപ്പം നുറുക്ക് ഭയഭക്തിയോടെ വിശുദ്ധന്മാരുടെ ഇടയിൽ ഉണ്ടാകും, അവിടെ പ്രാർത്ഥനയുണ്ടാകും, അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇത് നമ്മുടെ ഇടയിൽ ദൈവം ചെയ്യുമെന്ന്? ഈ അത്ഭുതങ്ങളും അടയാളങ്ങൾക്കും വേണ്ടി ദൈവത്തെ ആരും സഹായിക്കേണ്ട കാര്യമില്ല. പ്രവർത്തികളുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ ചരിത്രം അന്ന് വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. ഇന്നും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇന്ന് പകലും രോഗത്താൽ കടന്നു വന്നവരെ, നല്ല സ്ഥലത്താ നിങ്ങൾ വന്നിരിക്കുന്നത്. ആത്മാവിന്റെ സാന്നിധ്യത്തിന്റെ നിഴലിൻ കീഴിൽ അത്ഭുതം നടക്കുവാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ പ്രഭാതത്തിലും അടയാളങ്ങളും അത്ഭുതങ്ങളും 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ ഒരു ജനറൽ കാര്യമായിരുന്നു, നോർമൽ കാര്യമായിരുന്നു. സുവിശേഷത്തിന്റെ തേരോട്ടത്തിന് വേണ്ടി അത്ഭുതങ്ങൾ നടന്നു. മനസ്സലിവോടെ യേശു അത്ഭുതങ്ങൾ ചെയ്തു. മൂന്നാമതൊരു കാര്യമുണ്ട്, സുവിശേഷത്തിന്റെ തേരോട്ടം മാത്രമല്ല, മനസ്സലിഞ്ഞുള്ളതല്ല. മൂന്നാമത്തേത്, പ്രവർത്തികളുടെ പുസ്തകത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നത് മൂന്നാമത്തെ ഒരു വകുപ്പ് എന്തെന്ന് ചോദിച്ചാൽ, ചിലരുടെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതി തീർന്നിട്ടില്ല. അവർ കാരാഗ്രഹത്തിലാണെങ്കിലും അത്ഭുതത്താൽ ദൈവം അവരെ വെളിയിൽ കൊണ്ടുവരും. മനസ്സലിവിന്റെ അത്ഭുതമല്ലത്, ഇവന്റെ മേലുള്ള പദ്ധതി തീർന്നിട്ടില്ല. അതുകൊണ്ടാണ് മരണഭയത്താൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കണമേ, ദൈവത്തിന്റെ പദ്ധതി അവസാനത്തെ എഴുതിയത് വരെ, നമ്മുടെ ജീവിതത്തിൽ നിവർത്തിയാകുന്നത് വരെ, ദൈവഹിതത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയെ അപകടമാകട്ടെ, അനർത്ഥമാകട്ടെ, രോഗമാകട്ടെ, നമ്മളെ നിർമൂലനം ചെയ്ത് നശിപ്പിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഇത് പറയുമ്പോ ഞങ്ങൾ ചിലർക്ക്, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹോദരനാണ് UK-യിലുള്ള നോബിൾ. ഇന്നലെ രാത്രിയിൽ ഞാൻ 2 മണി വരെ രാത്രി ഇരുന്ന് ഒരു ശുശ്രൂഷ കഴിഞ്ഞ് വന്ന് ഞാൻ ആ ഫ്യൂണറൽ കാണുകയാണ്. നോബിളിന്റെ മകൻ, നമുക്കറിയാമല്ലോ ചർച്ചിൽ 2 വയസ്സും 7 മാസവും 3 വയസ്സാകുന്നു, ലൂക്ക്. 2 പ്രാവശ്യം ആ കുഞ്ഞിനെ ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്.
ഒരു ഹാപ്പി ബോയ്. ഇന്നലെ ആ വീഡിയോ ഒക്കെ അവര് അതിനകത്ത് കാണിക്കുന്ന കണ്ടു. ഫാമിലി പ്രയറിനിരുന്ന് പ്രാർത്ഥിക്കുന്നു. ബൈബിൾ സ്ക്രിപ്ചർ ഈ 2 വയസ്സ് കഴിയുമ്പോൾ അവൻ പറയാൻ ശ്രമിക്കുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇല്ലേ? ഉണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ ആ സർവജ്ഞാനം നമ്മുടെ മനുഷ്യബുദ്ധിക്ക് ഒതുങ്ങുന്നതല്ല. നമുക്കത് ടൈം ചെയ്യാൻ കഴിയത്തില്ല. നമുക്ക് മീതെയാണ് ദൈവത്തിൻ്റെ സർവജ്ഞാനം. ഉപദേശം കിട്ടിയ നോബിളിന്റെ സാക്ഷ്യം ഞാൻ ഇന്നലെ കേട്ടു. അത് ദൈവത്താൽ മാത്രമേ ആ സമയത്തത് പറയാൻ സാധിക്കുകയുള്ളൂ. നോബിളിന്റെ പിതാവും പറയുന്നത് ഇതാ, ഞങ്ങളുടെ കൊച്ചുമകനെ ഞങ്ങൾ അങ്ങോട്ട് പോയി കാണും. നിരാശയില്ലാത്ത, കണ്ണുനീരില്ലാത്ത ദൈവസന്നിധിയിൽ ആ 2 വയസ്സ് കഴിഞ്ഞ കുഞ്ഞ് ഇപ്പോൾ വിശ്രമിക്കുന്നു, സന്തോഷിക്കുന്നു. ആ പ്രത്യാശയിൽ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്ന്. ദൈവസഭ എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ പല പാട്ടുകളും പഠിച്ചിട്ടുണ്ട്. ഒരു പാട്ടിതാ, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹി ആത്മാവിൽ. ഇത് പാടുമ്പോൾ നമുക്ക് നല്ല ട്യൂണുമാണ്, എനിക്കും ഇഷ്ടമാണ് അത്. പക്ഷെ പാടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ആരാധിച്ചു കഴിഞ്ഞാൽ ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷമാണ്. ഇനി വേറൊരു പാട്ടാണ്, അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതർ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ. പലരും ചിന്തിച്ചു വച്ചിരിക്കുന്നത് ഇതാണ്. സഭ എന്ന് പറയുന്ന അവിടെ ആരാധന വെളിപ്പെടണം. ആരാധന വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, പ്രവർത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിലെ സംഭവം ഉദ്ധരിച്ചുള്ള ഗാനമാണത്. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോഴെന്നുള്ള കാര്യം. അവിടെ അപ്പോസ്തലന്മാർ ആരാധിച്ചത് ചങ്ങല പൊട്ടാനല്ല, വാതിൽ തുറക്കാനല്ല, അവരെ രക്ഷിച്ച കർത്താവിനെ സ്തുതിക്കുന്നതിന് തടസ്സമായി കാരാഗ്രഹം പോലും മാറിയില്ല. അതുകൊണ്ട് അവർ ആരാധിച്ചത്. നമ്മൾ ആരാധിക്കുന്നത് വിടുതൽ കിട്ടാനല്ല, വിടുതൽ കിട്ടിയത് കൊണ്ടാ നമ്മൾ ഞായറാഴ്ച ആരാധിക്കുന്നത്. ആരാധിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയല്ല. സന്തോഷമുള്ളവൻ, ആത്മാവിൽ സന്തോഷമുള്ളവനാണ് ആരാധനയിൽ ദൈവത്തെ സ്തുതിക്കുന്നത്. അല്ല, ഇതെല്ലാം കച്ചവടമായി മാറും അല്ലേ? എന്ത് കച്ചവടം? ഞാൻ ആരാധിച്ചു കളയും, ദൈവം എനിക്ക് ഇത് ചെയ്തു തരണം. ആരാധന എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ അല്ല. ആരാധന എന്ന് പറയുന്നത് സർവജ്ഞാനിയായ, സർവശക്തനായ, സർവവ്യാപിയായ, പരമോന്നതനായ ദൈവത്തിന്റെ മുമ്പിൽ എന്റെ യാഗാർപ്പണമാണ്, എന്റെ സ്തുതിയും എന്റെ സമർപ്പിക്കപ്പെട്ട ജീവിതവും. അതുകൊണ്ടാണ് കേവല പാട്ട് മാത്രമല്ല ആരാധന. ആരാധന എന്ന് പറയുന്നത് റോമാലേഖനം 12-ന്റെ കാഴ്ചപ്പാടിൽ അൾത്താരയിൽ സമർപ്പിക്കപ്പെട്ട ശരീരമാണ്. നിങ്ങളുടെ ശരീരമാണ് ദൈവത്തിന്റെ മന്ദിരവും ദൈവത്തിന്റെ യാഗമായി ഏർപ്പെടുത്തുന്നത്, വിശുദ്ധമായ ഒരു ജീവിത ശൈലി. എന്നാൽ ആരാധന എന്ന് പറയുന്നത് കേവല പാട്ടല്ല എങ്കിലും പാട്ടിനുമുണ്ട് ആരാധനയിൽ ഒരു പങ്ക്. നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോഴേ ഞാൻ വാസ്തവത്തിൽ ശ്രദ്ധിക്കുകയായിരുന്നു, ഇവിടെ പാട്ടുകൾ പാടുമ്പോൾ പലരും പാട്ടുകൾ പാടുന്നില്ല, പലരും അലസമായി അവിടെ ഇരിക്കുക. എനിക്കറിയത്തില്ല എന്ത് സംഭവിച്ചു പലർക്കും എന്ന്. ഇത് ഞാനിപ്പോൾ സംഭവിക്കുന്ന ഒരു ഔട്ട്സൈഡറായിട്ട് ഞാൻ പറയുക. കയറി വരുമ്പോൾ എന്തിയേ നമ്മളിലുള്ള ആത്മാവിന്റെ സന്തോഷം? എവിടെ പോയി നമുക്ക് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ ലഭിച്ച കൃപ? ഇപ്പോൾ ഇതിന് തടസ്സമാകരുതൊന്നും. ദൈവസന്നിധിയിൽ ഒരുമിച്ച് വരുമ്പോ പാട്ടിന്റെ സഹായത്തോടെ ഉള്ളിലുള്ള സ്തുതി വെളിയിലോട്ട് വരട്ടെ. ഹല്ലേലൂയ പറയുന്നത് മോശമല്ല, അത് ദൈവത്തെ സ്തുതിക്കുന്ന ഭാഷയാണ്. ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കാനായി കൃപ ലഭിച്ചവർ പാട്ടിനോട് ചേർന്ന് ആത്മാവിൽ സ്തുതിക്കുന്നത് അത് പരാജയമല്ല, അത് മോശമല്ല. അവൻ ആരാധനയ്ക്ക് യോഗ്യനായത് കൊണ്ട് അവന്റെ യോഗ്യതയ്ക്കൊത്തവണ്ണം ചിലപ്പോ സ്ഥലം മറിഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുവെന്ന് വരും, ചിലപ്പോ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചെന്ന് വരും, ചിലപ്പോ പൊട്ടിക്കരഞ്ഞ് ദൈവത്തെ സ്തുതിച്ചെന്ന് വരും. ഈ ശരീരഭാഷകളെല്ലാം ആരാധനയുടെ ഭാഗമാണ്.
ഒരിക്കലും പറയാനൊക്കത്തില്ല ഞാൻ ഇങ്ങനെ ഇരുന്നോളാം, ദൈവം എന്നെ രക്ഷിച്ചു എന്ന് എനിക്കറിയാം, ഞാനൊരു പാപിയായിരുന്നു എന്ന് എനിക്കറിയാം. നോ, അതെന്റെ മുഖത്ത് കാണണമല്ലോ, അതെന്റെ കൈകളിൽ കാണണമല്ലോ, അതെന്റെ ശരീരഭാഷയിൽ കാണണമല്ലോ. യഥാർത്ഥ സഭയിൽ ആരാധനയുമുണ്ട്. ഉപദേശം, കൂട്ടായ്മ, അപ്പം നുറുക്ക്, പ്രാർത്ഥന, സൈൻസ് ആൻഡ് വണ്ടേഴ്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആരാധന എന്നുള്ളത് സൈൻസ് ആൻഡ് വണ്ടേഴ്സ്. ആരാധിച്ച എപ്പോഴും സൈൻസ് ആൻഡ് വണ്ടേഴ്സ് അല്ല. ആരാധിക്കുന്നവരുടെ ഇടയിൽ ക്ലേശങ്ങളും വരാം, ദുഃഖങ്ങളും വരാം. പക്ഷെ ആരാധിക്കുന്നവൻ ആ ദുഃഖത്തിന്റെ നടുവിലും അവൻ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ സ്തുതിപ്പിരിക്കുന്നത് തലയാഴ്ചയിൽ ലഭിച്ച വിടുതലിന്റെ അടിസ്ഥാനത്തിലല്ല, അവന്റെ ക്രൂശിന്റെ ചുവട്ടിൽ ലഭിച്ച വിടുതലും ആ നിരപ്പും ഓർത്താണ് അവൻ ആരാധിക്കുന്നത്. അടുത്തതായി കാണുന്നത് എന്താണെന്നറിയാമോ? ആറാമത്തെ സൈൻ, ജനറോസിറ്റി. ഭയങ്കരമായ ജനറോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ വിവരിക്കാൻ സാധിക്കും? നോയിക്ക് 45-ാമത്തെ വാക്യം, സകലവും പൊതുവകയെന്ന് എണ്ണുകയും, അടുത്ത വാക്ക്, ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും. സൈൻ കഴിഞ്ഞ് അടുത്തത് എഴുതിയിരിക്കുന്നത് ഷെയറിംഗ് ആണ്. സൈൻ ഇഷ്ടമാണ് എല്ലാവർക്കും, കാരണം ഇതൊന്നും നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന കാര്യമാണ്. സൈൻ, ഉപദേശം പോയി ഇരുന്ന് കുറച്ച് നോട്ട് എഴുതി പ്രശ്നമില്ല, ഫെലോഷിപ്പ് കുഴപ്പമില്ല, കിട്ടും കൊടുക്കും വാങ്ങലും കൊടുക്കലും ഉണ്ട് അവിടെ. അപ്പം നുറുക്ക് കുഴപ്പമില്ല, അതും ഈ പറഞ്ഞ പോലെ ദൈവത്തോട് ഞാൻ അടുക്കുന്നു, ദൈവത്തിന്റെ സ്നേഹം. പ്രാർത്ഥനയും ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നു, പലപ്പോഴും എൻ്റെ കാര്യം തന്നെ പ്രാർത്ഥിക്കുന്നു. അഞ്ചാമത് നമ്മൾ കാണുന്നത് ആ സൈൻ, അതും കുഴപ്പമില്ല, ദൈവമേ എനിക്കെന്തായാലും ഒരു കാര്യം ചെയ്യണമേ. പക്ഷെ ഷെയറിങ്ങിലേക്ക് വരുമ്പോ അറിയാം. ആർ സ്റ്റാൻലി എന്ന പ്രസിദ്ധരായ ബൈബിൾ ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയാണ്: എ റിയൽ പെന്റിക്കോസ്റ്റൽ ബിലീവർ ഈസ് നോട്ട് സംബഡി ഹു വുഡ് സ്റ്റോപ്പ് വിത്ത് 2-4. 2-4 നിൽക്കുന്നവനല്ല യഥാർത്ഥ പെന്തിക്കോസ്, 2-44 യഥാർത്ഥ പെന്തിക്കോസ് എന്ന്. 2-4 എന്തുവാ? ഓ, ആകാശത്തൊരു കൊടിമുഴക്കം, അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ, അവരെല്ലാവരും അന്യഭാഷയെ സംസാരിച്ചു തുടങ്ങി. ആർ സ്റ്റാൻലി എന്ന ബൈബിൾ ടീച്ചർ പറയുന്നത്, ഈ അന്യഭാഷ സംസാരിക്കുന്ന എന്തെങ്കിലും മുടക്കുണ്ടോ? പലരും ഇന്നത്തെ ആധുനിക ചർച്ചിൽ പരിചയത്തോടെയും ശരിക്കും ഒരു ഇതില്ലാതെ, അതുകൊണ്ടാണ് വേറൊരു ബൈബിൾ ടീച്ചർ പറഞ്ഞത്, സ്പീക്കിംഗ് ഇൻ ടങ്സ് മാത്രമാക്കല്ല അടയാളം, കൺട്രോളിങ് മദർ ടങ് ആണ് യഥാർത്ഥ അടയാളം എന്ന്. അന്യഭാഷ എല്ലാവരുടെ കൂടി വരുമ്പം പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കേട്ടും അല്ലാതെയും പ്രഹസനത്തിൽ പറയാം, വൈകാരികമായി പറയാം. എന്നാൽ യഥാർത്ഥമായ ആത്മനിറവുണ്ടോ എന്ന് എങ്ങനെ അറിയാം? 2-4 നിന്ന് 44 വരുമ്പോ അറിയാം. ഈ അന്യഭാഷയെല്ലാം ഷെയറിങ്ങിലോട്ടങ്ങ് വരിക, ദൈവത്തോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യല്ലേ. അടയാളമായ ആത്മനിറവ്, ദൈവത്തോട് രഹസ്യങ്ങൾ സംസാരിക്കുന്ന ഈ ഭാഷ, ഇതിലെല്ലാം എന്നെ എഡിഫിക്കേഷൻ നടന്ന് ഷെയറിങ് ചെയ്യുന്ന ഒരാളായി ഞാൻ മാറി. ഷെയറിങ് ഒക്കെ പിള്ളേരെ ഞങ്ങൾ 3 പേരെ ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട്, എവിടെയോ കേട്ടതാണ് അവര്. ഷെയറിങ് ഈസ് കെയറിങ്, അവരുടെ ഏതോ പോയത്തിലും അങ്ങോട്ടുള്ളതാണ്. ഷെയറിങ് ഈസ് കെയറിങ്, ഷെയറിങ് ഈസ് കെയറിങ് എപ്പോഴും പറയും പിള്ളേര്. പക്ഷെ ഇന്നൊരു കാര്യമുണ്ട്, പലരും ഷെയർ ചെയ്യും. എന്തിനാന്നറിയാമോ? അവരുടെ പേര് വരണം. കൊടുത്തത് ചിലപ്പോ ഒരു ചെറിയ തുകയായിരിക്കാം, പക്ഷെ ആള് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പേര് പറഞ്ഞോ, നമ്മുടെ പേര് വന്നോ. ഇത് ഇന്നത്തെ മാത്രം പ്രശ്നമല്ല, ഉപദേശത്തിലൂടെ ക്രിസ്തുവിന്റെ ദർശനം മാറിപ്പോയാലും കൊടുക്കാം. ആ കൊടുപ്പിനെ വിളിക്കുന്നത് കേവല ചാരിറ്റിയാണ്. അത് സ്പിരിറ്റ് ലെഡ് ഗിവിങ് അല്ല, ചാരിറ്റിയാണ്. ചാരിറ്റി നമ്മുടെ ഇടയിലേ ഉള്ളോ? ദൈവത്തിൽ വിശ്വസിക്കാത്തവരുടെ ഇടയിലും ചാരിറ്റി ഫണ്ട് ഉണ്ട്. അന്യദേവന്മാരെ ആരാധിക്കുന്നവർക്കും ചാരിറ്റി ഉണ്ട്. പാവങ്ങളെ കാണുമ്പോൾ അവർ കൊടുക്കും, പക്ഷെ റെസിപ്റ്റ് കുറ്റിയും അതിന്റെ സർട്ടിഫിക്കറ്റും ഇല്ലെങ്കിൽ അവർ 2ാമത്തെ പ്രാവശ്യം കൊടുക്കത്തില്ല. എന്തുവാ ഞാൻ പറയുന്നത്? ട്രാൻസ്പെറൻസി വേണ്ട എന്നാണോ പറയുന്നത്? റെസിപ്റ്റ് കുറ്റി വേണ്ട എന്നാണോ പറയുന്നത്? എല്ലാം കൃത്യമായി
ട്രാൻസ്പെറൻസിയോടെയാണ് ഫണ്ടുകൾ എല്ലായിടവും കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ പറയുന്നത്, ഈ 1-ാം നൂറ്റാണ്ടിൽ സഭയിൽ ഈ 6ാമത്തെ ലക്ഷണം ഒരാൾ ലംഘിച്ചു. ഏത് ലക്ഷണം? കൊടുക്കണം. ഒരു നിയമമല്ലായിരുന്നു ഇത്. കമ്മ്യൂണിസം അല്ല, നിയമമല്ല. എല്ലാവരും വിറ്റ് ഇപ്പൊ കൊടുക്കണം അല്ല. ആവശ്യം പോലെ ആത്മനിറവുള്ളവർ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് വിറ്റത്. എല്ലാരും വിറ്റില്ല. 12-ാമത്തെ അധ്യായമൊക്കെ വരുമ്പോ പിന്നെയും വീടുകളുണ്ട്. ജോൺ മാർക്കിന്റെ അമ്മയുടെ വീട്ടിൽ അവർ കൂടി. എല്ലാരും വീട് വിറ്റില്ല. ഇത് കമ്മ്യൂണിസം അല്ല. ഇത് ഹോളി സ്പിരിറ്റിന്റെ പ്രചോദനം അനുസരിച്ച് വിൽക്കേണ്ടവർ വിറ്റു, കൊടുക്കേണ്ടവർ കൊടുത്തു. പക്ഷേ ക്രിസ്തുവിങ്കിൽ നിന്ന് ദർശനം മാറിയ ഒരാള് 5-ാം അധ്യായത്തിൽ കൊടുത്തു. ആടെ പേരെന്തുവാ? അനന്യാസ്. അനന്യാസിന്റെ വാക്കിന്റെ അർത്ഥം ഗ്രേസ് എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഫീറ എന്ന പേരിന്റെ അർത്ഥം അറിയാം, ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ ആന്റി ആൻഡ് ഗ്രേഷ്യസ് അങ്കിൾ. അങ്ങനെ ആളെ സഭയിൽ കിട്ടിയ എന്തുവാ അല്ലേ? സഫീറ, സഫയർ എന്ന ആ രത്നം ഒക്കെ വരുന്നത്, ഇംഗ്ലീഷ് ഭാഷ വരുന്ന ആ വാക്കിൽ നിന്നാണ്. ബ്യൂട്ടിഫുൾ. അനന്യാസ് ഫുൾ ഓഫ് ഗ്രേസ്. ഗ്രേഷ്യസ് അങ്കിളും ബ്യൂട്ടിഫുൾ ആന്റിയും ഈ ചർച്ചിൽ അവർ നോക്കുമ്പം സഭയിലായിരിക്കുമ്പോ കൊടുക്കുന്നത് നല്ലതാ. 4-ാമത്തെ അധ്യായം അവസാന വാക്യത്തിൽ ഒരാൾ കൊടുത്തു. ആടെ പേര് ബർണബാസ്, പ്രബോധനപുത്രൻ. നിലം വിറ്റു കൊടുത്തു. കൊടുത്തപ്പോ പത്രോസ് എല്ലാം വിളിച്ചു പറഞ്ഞു, ഭയങ്കര സ്പിരിറ്റ് വർക്കാണ്, ആത്മാവിന്റെ വലിയ പ്രവൃത്തിയുണ്ട്. നമ്മുടെ സഭയിൽ ബർണബാസ് കൊടുത്തു. അന്ന് വീട്ടിൽ പോയി സംസാരിച്ചതാണ് രണ്ടുപേരുടെ. ഗ്രേഷ്യസ് അങ്കിളും ബ്യൂട്ടിഫുൾ ആന്റിയും ആ ലെമൺ ടീയുമായിട്ടൊരു ഡിസ്കഷൻ. നമുക്കും കൊടുത്താലോ? പക്ഷേ ഉപദേശത്തിൽ നിന്ന് മാറിയുള്ളൊരു കൊടുപ്പാ. ക്രിസ്തുവിനെ കണ്ടോണ്ടുള്ള കൊടുപ്പല്ല, ആളാകാനുള്ള കൊടുപ്പാ. കൊടുത്തു, കൊണ്ടുവച്ചു അപ്പോസ്തലന്മാരുടെ കാൽക്കൽ. ഇന്ന് പലരും പറയും, എന്താ ഈ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കാത്തേന്ന് പറയും. ഇന്ന് ആരെങ്കിലും അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചാൽ ആള് പോയി വല്ല പ്ലോട്ട് വാങ്ങിക്കും, അല്ലെങ്കിൽ വല്ല ബംഗ്ലാവ് പണിയും. അന്നത്തെ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അങ്ങനെ അല്ലായിരുന്നു. അവര് വെച്ച് കഴിഞ്ഞപ്പോ ചോദിക്കുന്നതും ഇത്രയും കിട്ടിയല്ലോ എന്നല്ല ചോദിച്ചത്. അവര് ചോദിച്ചത്, ഇത്രേ ഉള്ളോ, ഇത്രയാണോ മൊത്തം? അതെ അതെ അതെ, നല്ല ഡിസ്കഷൻ കഴിഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. പക്ഷെ ആത്മനിറവുള്ള സഭയിൽ കപടതയ്ക്ക് സ്ഥാനമില്ല. ആത്മാവിന്റെ പ്രേരണയാലല്ലാതെ കൊടഞ്ഞു കാണിച്ചാലോ എറിഞ്ഞു കാണിച്ചാലോ ഇതിനെ കാണുന്ന സ്വർഗമുണ്ട്. കാര്യം നമ്മൾ എല്ലാവരും തിരിച്ചറിയേണ്ടത്, ദൈവത്തിന്റെ കൃപയുടെ അളവ് പോലെ നമ്മൾ പെരുമാറാകാവൂ. ഇല്ലാത്തൊരു മെഷർ നമ്മൾ കാണിക്കാൻ ശ്രമിക്കരുത്. എല്ലാവരുടെയും പല നിലയിലാണ് കൃപ വ്യാപരിക്കുന്നത്. നമുക്ക് ലഭിച്ചൊരു കൃപയുടെ അളവുണ്ട്. എഫേസ്യ ലേഖനം 4 ഭാഷയാണ്. എല്ലാവർക്കും ഒരുപോലല്ല. ബർണബാസിന് ലഭിച്ച കൃപയുടെ അളവെന്ന് പറയുന്നത് മൊത്തം വിൽക്കാനാണ്. അനന്യാസും സഫീറയിലുമുള്ള കൃപയുടെ അളവിൽ ഒരംശം മാത്രമേ കൊടുക്കാൻ. ഇത്രയും പറഞ്ഞാൽ മതിയായിരുന്നു, ഞങ്ങൾ വിറ്റു, പക്ഷെ മൊത്തം കൊണ്ടുവന്നിട്ടില്ല, അത്രയും കൃപ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, ഇത്രയുമാ ഉള്ളത്. ഇപ്പോ ഒരു പ്രശ്നവും വരികയില്ലായിരുന്നു. എന്നാൽ ഈ പവർഫുൾ ചർച്ചിന്റെ ആദ്യ ഫ്യൂണറൽ നടക്കുന്നത് കപടത കാണിച്ചുകൊണ്ടാണ്. എന്നിട്ട് എന്താണെന്നറിയാമോ? അടുത്ത സൈൻ, അടുത്ത 7, 8, 9, 10 സൈനുകൾ വേഗത്തിലൊന്ന് പറയാം. എന്നിട്ട് അവസാന 2 വാക്യം, അതിനകത്തെ ഒരു 3 കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. സൈൻ കഴിഞ്ഞു, ഷെയറിങ് കഴിഞ്ഞു. അടുത്തത് 46-ാമത്തെ വാക്യത്തിൽ ഒരുമനപ്പെട്ട് കൂടി വരുന്നു. യൂണിറ്റി. ആ ഏകമനസ്സും ഏകഹൃദയവും പോലെ ഒരുമനപ്പെട്ട് ദേവാലയത്തിൽ നിന്നുള്ള നമുക്ക് ചിന്തിക്കണം. പക്ഷെ ആ അടുത്ത് കണ്ടോ, ദേവാലയത്തിൽ മാത്രമല്ല അവർ കൂടി വന്നത്, വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട്. ദേവാലയത്തിൽ കൂടി വന്നു, വീട്ടിൽ അപ്പം നുറുക്കി. അപ്പം നുറുക്കുക മാത്രമല്ലായിരുന്നു, ഭക്ഷണം കഴിച്ചു. ഒരുപക്ഷെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ദേവാലയത്തിന്റെ പരിസരം അനുവദനീയമല്ലായിരുന്നായിരിക്കാം. അതുകൊണ്ടാണ് വീട്ടിൽ, ഒരുമനപ്പെട്ട വീട്ടിൽ. അത് 7ാമത്തെ സൈനാണ് ഹെൽതി ചർച്ചിന്റെ. ശരിക്കും ആത്മനിറവ് വ്യാപരിച്ചാൽ അത് എവിടെ അറിയാം?
വീട് അവിടെ അറിയാം. മുമ്പേ പറഞ്ഞില്ലേ, ഭാഷയിൽ അറിയാം, അതുപോലെ വാലറ്റിൽ അറിയാം, അതാണ് 6ാമത്തെ സൈൻ. ഷെയറിങ്ങിൽ അറിയാം, ഇത് വീട്ടിലറിയാം. പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ഒരു പ്രധാന കാര്യമാണ് ഹോസ്പിറ്റാലിറ്റി. അത് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ആദ്യമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 12:12 ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്നും മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെല്ലുക. അവിടെ അനേകർ ഒരുമിച്ച് കൂടി. ആ വീട്ടിൽ ഒത്തിരി പേര് വന്നിരുന്നു. ഒത്തിരി പേര് വന്നിരുന്നാൽ എന്തോ പറ്റും? വീട്ടിൽ ഫർണിച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട വരും. ഏഷ്യൻ പെയിന്റ് ചിലപ്പോൾ ഇച്ചിരി അഴുക്കാകാൻ സാധ്യതയുണ്ട്. ആ ഇമ്പോർട്ട് ചെയ്ത മാറ്റിൽ ചിലപ്പം ചായ വീഴാനും സാധ്യതയുണ്ട്. ഇത് ലൂക്കോസിന്റെ ഒരു പ്രധാന പ്രമേയമാണ്. ലൂക്കോസ് എന്ന ജാതിക എഴുത്തുകാരൻ ദൈവകൃപ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദൈവകൃപയുടെ ആഴം മനസ്സിലാക്കുന്ന കൂട്ടായ്മയിലും ഈ വീട് തുറന്നു കൊടുക്കണം. വീട് തുറന്നു കൊടുക്കുമ്പോൾ അറിയാം ആളിൽ ആത്മനിറവുണ്ടോ. പ്രവർത്തികൾ പുസ്തകം അവസാനത്തിൽ എന്താണെന്നറിയാം? ആദ്യ 1ാമത്തെ അധ്യായത്തിൽ അവരെല്ലാരും മാളിക മുറിയിൽ, 12ാമത്തെ അധ്യായം ഒത്ത നടുക്ക്, പിന്നെ അടുത്തൊരു വീട്ടിൽ, 28ാം അധ്യായം 29, 30 അവൻ പൗലോസ് കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും, അടുത്ത വാക്ക്, തന്റെ അടുക്കൽ വരുന്നവരെ, വീട്ടിലോട്ട് വരിക, തന്റെ അടുക്കൽ വരുന്നവരെ എന്തോ ചെയ്തു? എന്താ 28ന്റെ 29? അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു തന്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും. അതാ ഹോസ്പിറ്റാലിറ്റി, കൈക്കൊള്ളുക. അതിന് ഗേറ്റ് എന്തോ ചെയ്യണം? ഗേറ്റ് തുറന്നിടണം. പട്ടി അഴിച്ചു വിടരുത്. ഞങ്ങൾ ഇപ്പൊ അവിടെ ഇല്ല എന്ന് വീടിനകത്തിരുന്നോണ്ട് പറയരുത്. അല്ലേ ഒരാള് ഇങ്ങോട്ട് വിളിക്കുക, ഞങ്ങൾ അങ്ങോട്ട് വരും, പക്ഷെ ഇപ്പൊ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു, അപ്പൊ ഒരു പരിപാടി ഉണ്ടാക്കുക, ഇറങ്ങാൻ, ഇങ്ങോട്ട് വരരുതായിരുന്നു. ഇത് എന്ത് വർക്ക് ഇല്ലാത്തോണ്ടാ? സ്പിരിറ്റ് വർക്ക് ഇല്ലാത്തോണ്ടാ. ഹോളി സ്പിരിറ്റ് വർക്ക് ഉണ്ടെങ്കിൽ വരുന്നവരോടും വരണ്ട എന്ന് പറയുകയല്ല ചെയ്യുന്നത്, ആൾക്കാരെ ക്ഷണിക്കുക, വന്നാട്ടെ, വീട്ടിലോട്ട് വന്നാട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഫെലോഷിപ്പ്, ലവ് ഫീസ്റ്റ്, ഫെലോഷിപ്പ് മീൽസ്, ഇതെല്ലാം ആത്മനിറവിന്റെ അടയാളമായിട്ട് എഴുതി വെച്ചിരിക്കുക ലക്ഷണം. അവര് വീട്ടിൽ കൂടി ഉല്ലാസം പൂണ്ട് ഭക്ഷണം കഴിച്ചിരിക്കുക ഐക്യതയോടെ. നമ്മുടെ വീടുകൾ തുറന്നിട്ടുണ്ടോ? എന്നായിരുന്നു ലാസ്റ്റ് ടൈം ഒരു ഗസ്റ്റ് ആ വീട്ടിൽ വന്നത്? ആരും കൈപൊക്കണ്ട. ഇങ്ങനെയുള്ള കാര്യം എംബാരസ്മെന്റിനല്ല ചോദിക്കുന്നത്, നമ്മളൊന്ന് ചിന്തിക്കാനാ ചോദിക്കുന്നത്. വെൻ വാസ് ദ ലാസ്റ്റ് ടൈം നമ്മുടെ വീട്ടിൽ ഒരു 1-2 കുടുംബങ്ങൾ വന്നു, നമ്മൾ തന്നെ പോയി ചായ ഉണ്ടാക്കി കൊടുത്തു, മറ്റേ വാതിലിലൂടെ പോയി പരിപ്പട ഉഴുന്നുവടയൊക്കെ ഒന്ന് വാങ്ങിച്ചൊന്ന് സെർവ് ചെയ്തു. അപ്പൊ ചിലപ്പോൾ പൈസ ഇല്ലായിരുന്നാലും പക്ഷെ എല്ലാരും ഒന്ന് കഴിച്ചു കുടിച്ചു പോയപ്പോ ഒരു വലിയ സന്തോഷം. അതെപ്പോഴായിരുന്നു അവസാനം? ചിലരുടെ മുഖത്ത് തെളിച്ചമുണ്ട്, പ്രകാശം. ചിലരുടെ മുഖം ഇരുളുന്നു. കാരണം ഇതൊക്കെയാണോ ആത്മാവിന്റെ? അതെ, പ്രാക്ടിക്കൽ ലൈഫിൽ ഇതൊക്കെയാണ് തുറക്കപ്പെട്ട ഭവനങ്ങൾ. ഇപ്പൊ തിരുവല്ല പ്രദേശത്ത് നമ്മുടെ കൺവെൻഷൻ യോഗങ്ങൾ നടക്കാൻ പോവുകയാണ്. നല്ല അവസരമാണ് ഇപ്പോൾ വീടുകൾ തുറക്കാൻ, നമ്മുടെ തന്നെ വീടുകൾ തുറക്കാൻ. ട്രാക്ട് കൊണ്ട്, നോട്ടീസ് കൊണ്ട് പോകുന്ന എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ വന്ന് ചായ കുടിച്ചാട്ട്, ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഡിന്നർ കഴിക്കാം. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് എല്ലാ അവസരമുണ്ട്, എല്ലാവർക്കും അവസരമുണ്ട്. ഇല്ലേ, അവസരങ്ങൾ ഉണ്ടാക്കാം. എനിക്കറിയാം ഇതിനൊന്നും അല്ല സ്തോത്രം കിട്ടുന്നത്. സ്തോത്രം കിട്ടുന്നത് സൈൻ അത്ഭുതങ്ങൾ സ്തോത്രം കിട്ടും. വീട് തുറക്കണം, ഹോസ്പിറ്റാലിറ്റി. അല്ല, ഞങ്ങളുടെ സ്വന്തം വീടല്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും പ്രവർത്തികളുടെ പുസ്തകം 28 പൗലോസ് 2 സംവത്സരം താമസ വീട് സ്വന്തം വീടല്ല. ആ റെന്റ് വീട്ടിൽ അനുവദനീയമായ സ്വാതന്ത്ര്യത്തിൽ ആൾക്കാരെ കൈക്കൊള്ളുകയാണ്. അടുത്ത സൈനായി പറഞ്ഞിരിക്കുന്നത് എന്താണ്? 8ാമത്തെ സൈൻ, ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും. ഒരു ഭയങ്കര അൺമിസ്റ്റേക്കബിൾ മാർക്ക് ഓഫ് ദ സ്പിരിറ്റ് ആണ്. ചർച്ചിലുള്ളവർക്ക് വേണ്ടിയ
ഇതെനിക്കില്ല എന്ന് പറയാൻ ആർക്കും കഴിയത്തില്ല. എന്താ ഉല്ലാസം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ഈ ഉല്ലാസത്തിന്റെ അടിസ്ഥാനവും എന്താ? ഉപദേശം. അതുകൊണ്ടാ ഉപദേശം ആദ്യം പറഞ്ഞിരിക്കുന്നത്. കൂട്ടായ്മയുടെ അടിസ്ഥാന ഉപദേശം, പ്രാർത്ഥനയുടെ അടിസ്ഥാന ഉപദേശം, അപ്പനുറുക്കിന്റെ അടിസ്ഥാന ഉപദേശം, അത്ഭുതത്തിന്റെ അടിസ്ഥാന ഉപദേശം, ഷെയറിങ്ങിന്റെ അടിസ്ഥാന ഉപദേശം വീട്ടിൽ കൈക്കൊള്ളണം. അതിന്റെ യേശു തന്റെ ഭവനത്തിൽ എന്നെ ചേർത്തതുപോലെ ഞാൻ എൻ്റെ സഹവിശ്വാസികളെ ചേർക്കാൻ തയ്യാറാ എൻ്റെ വീട്ടിൽ. ഉപദേശം, ക്രിസ്തു കേന്ദ്രീകൃതമായ ചിന്തയാണ് ഇതിന്റെ എല്ലാ അടിസ്ഥാനം, താക്കോൽ. ഇവിടെ 8ാമത് ഉല്ലാസത്തിന്റെ അടിസ്ഥാനവും യേശുവിന്റെ കുടുംബത്തിൽ ഞാൻ ആക്കപ്പെട്ടു, പാപം വിമോചിക്കപ്പെട്ടു. അതിന്റെ സന്തോഷമാണ് ഈ ലവ് ഫീസ്റ്റിൽ കാണുന്നത്. അല്ലാതെ ഹൗസ് വാമിങ്ങിന്റെ ഉല്ലാസമല്ല, വണ്ടി വാങ്ങിച്ചതിന്റെ ഉല്ലാസമല്ല. ഷെയറിംഗ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്, ഷെയറിംഗ് ദ എക്സ്പീരിയൻസ് ഓഫ് ജോയ് വിച്ച് ഇസ് ദേർ ഇൻ സാൽവേഷൻ. ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും. ചിലരെന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴേ നമുക്കറിയാം ഇത് ഒരു 10 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്താണോ അസൽ കാര്യം? ഈ കോളേജിലും ഞാൻ വർക്ക് ചെയ്യുമ്പോൾ പലതും അറിയാം. ചില സ്റ്റുഡൻസ് വന്ന് എന്തെങ്കിലും പറഞ്ഞാലേ എനിക്കറിയാം ഇതിനകത്ത് ഇത് 10 താഴോട്ട് പോകണം. ഇതൊരു ബലൂണാണ്, ഇത്രയും വീർത്തിരിക്കുകയാണ്, ഒരല്പം അപ്പ കറക്റ്റ് കിട്ടും. കാരണം പരമാർത്ഥതയില്ല. ഈ ന്യൂസ് പറയുന്നത് ആ ആൾക്കെതിരെ ഒരു ബോംബാണ് ഈ വെച്ചിരിക്കുന്നത്. ഹൃദയ പരമാർത്ഥത എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ മറ്റ് ഗൈലില്ലാതെ, തെറ്റായ ഉദ്ദേശങ്ങളില്ലാതെ പരമാർത്ഥതയോടെ ഇടപെടുന്ന ആ ദൈനംദിന ജീവിതത്തിലെ അവസ്ഥ. ഇതൊക്കെയാ സ്പിരിറ്റ് ലെഡ് ചർച്ചിന്റെ ലക്ഷണം. 8ാമത്തെ ലക്ഷണമാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. നമ്മളെ കുറിച്ച് പറയുമോ? പരമാർത്ഥതയുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിക്കാം. അദ്ദേഹത്തിന്റെ പെരുമാറ്റ ചട്ടങ്ങളിൽ റിഫൈൻ ചെയ്യാൻ ഒന്നുമില്ല. പരമാർത്ഥതയുള്ള വ്യക്തിയാണ് അദ്ദേഹം. പറയുമോ ദൈവമക്കളെ? 9ാമത് കാണുന്നത് ശ്രദ്ധിക്കണേ. 46ന്റെ 2ാം ഭാഗം 47 പ്രവേശിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയും. അതാ 9ാമത്തെ അടയാളം. അതാ ഞാൻ മുമ്പേ ഓർപ്പിച്ചത്. ആരാധനയുടെ സമയം ഞാൻ പറഞ്ഞപ്പോ ശരിക്കും സ്തുതിപ്പ് എവിടെ ഉണ്ടാകണം? ആരോഗ്യമുള്ള ശക്തിയുള്ള ചർച്ചിന്റെ 9ാമത്തെ ലക്ഷണമാണ് they will be a worshiping community, praising community. ദൈവത്തിന്റെ അത് ഉപദേശത്തിൽ നിന്ന് വരുന്ന സ്തുതിയാ, വേറൊന്നുമല്ല. ഉപദേശത്തിൽ നിന്നും വരുന്ന ആ സ്തുതി, ദൈവത്തെ ഉറക്ക സ്തുതിക്കുന്ന ആ അനുഭവം. ഈ 9 കാര്യവും ഒരു ചർച്ചിലുണ്ടെങ്കിൽ 10ാമത് തന്നെ വന്നോളൂ. ഉപദേശവും കൂട്ടായ്മയും അപ്പനുറുക്കും ഷെയറിങ്ങും സയൻസും ഹൃദയപരമാർത്ഥതയും ദൈവത്തെ സ്തുതിയും ഇതെല്ലാം കൂടി ഒരുമിച്ചുണ്ടെങ്കിൽ അവസാനം എന്താണെന്നറിയാ പറയുന്നത്? 47ന്റെ 2ാം ഭാഗം, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി ചർച്ച് ഗ്രോത്ത്. അതാ 10th സൈൻ, 10ാമത്തെ അടയാളം. ഒരു ആരോഗ്യമുള്ള സഭയാണോ എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മൾ തുറക്കപ്പെട്ട വാതിലുള്ള വീടിനകത്തിരുന്ന് പരമാർത്ഥതയോടെ ആൾക്കാരോട് ഇടപെടാൻ തുടങ്ങിയാൽ ഉപദേശത്തിൽ നിന്നുമുള്ളൊരു കൂട്ടായ്മയും സ്തുതിപ്പുമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ സുവിശേഷം ഇതാരും അട്രാക്റ്റഡ് ആകത്തില്ല? നോ. ഈ സുവിശേഷം ഈ സമൂഹത്തിൽ നമ്മുടെ നാട്ടുകാർക്ക്, നമ്മൾ താമസിക്കുന്ന വീടിന് ചുറ്റുപാടുമുള്ളവർക്ക് ഈ സൗന്ദര്യമുള്ള സുവിശേഷം ആവശ്യമാണ്. ഈ രക്ഷിക്കുന്ന സുവിശേഷം ആവശ്യമാണ്. സ്വാതന്ത്ര്യം വരുത്തുന്ന സുവിശേഷം ആവശ്യമാണ്. ഈ പ്രത്യാശയുടെ സുവിശേഷം ആവശ്യമാണ്. സെക്കുലർ പഠനങ്ങൾ പോലും പറയുന്നത് എന്താണെന്നറിയാം? അവർ ഇപ്പോഴാ 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലുമാണ് അവർ കണ്ടുപിടിക്കുന്നത്. മെന്റൽ ഹെൽത്ത്, വെൽനെസ് എന്നൊക്കെ പറയുന്ന ടോപ്പിക്സ് ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക്സ് ആണ്. എല്ലാവരും സംസാരിക്കുന്ന കാര്യമാണ്.
ആങ്സൈറ്റി, ഡിപ്രഷൻ, വെൽനെസ്, മെന്റൽ ഹെൽത്ത്. സെക്യുലർ റൈറ്റേഴ്സ് പോലും പറയുന്നത് ദ റിയൽ ഹീലിംഗ് ടേക്സ് പ്ലേസ് ഇൻ കമ്മ്യൂണിറ്റി എന്ന് എഴുതിയിരിക്കുന്നു. എവിടെ ഈ റിയൽ ഹീലിംഗ് നടക്കുന്നത്? കമ്മ്യൂണിറ്റി എന്ന് അവരെഴുതുക. അവരതിനെ നിഴൽ പോലെ കാണുകയാണ്. വർഷത്തിന് മുമ്പ് എഴുതി വെച്ചിരിക്കുക, ഹോളി സ്പിരിറ്റ് കമ്മ്യൂണിറ്റിയിലേക്ക് ഒരാൾ വന്നാൽ അവൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് ആ ആത്മസാന്നിധ്യത്തിലും അന്യോന്യമുള്ള കൂട്ടായ്മയിലും അത് മറന്ന് അതിൽ സൗഖ്യം ലഭിച്ച് ആൾ മടങ്ങിപ്പോകാൻ ഇടവരും. നമ്മളോട് യോഗം കഴിഞ്ഞ് സംസാരിക്കുന്നവർ ബന്ധിക്കപ്പെടുന്നുണ്ടോ അതോ സ്വാതന്ത്ര്യമാക്കപ്പെടുന്നുണ്ടോ? അവർ സൗഖ്യമാവുകയാണോ അതോ അവർ രോഗികളായിട്ടാണോ വാഹനത്തിൽ കയറുന്നത്? മെന്റൽ വെൽനെസ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനിയും 46-47 വാക്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. 3 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ദിനം പ്രതി എന്നുള്ള പദം 2 പ്രാവശ്യം കാണാം 46-ലും 47-ലും. ദിനം പ്രതി ദേവാലയത്തിൽ കൂടി. 47 പറയുന്നത് രക്ഷിക്കപ്പെട്ടവർ ദിനം പ്രതി സഭയോട് ചേർന്നു. ഞാൻ ചിന്തിക്കുന്നത്, ഞായറാഴ്ച എന്ന ഒറ്റ ദിവസം ആൾക്കാരെ കൊണ്ടുവരാൻ എളുപ്പമാണോ? എന്ത് പ്രയാസമാണ് ടു ഗെറ്റ് പീപ്പിൾ ഫോർ 1 day. ചിലയിടങ്ങളിൽ ബുധനാഴ്ച മുതലേ വിളി തുടങ്ങും. ഞായറാഴ്ച വരുമല്ലോ അല്ലേ, ഞായറാഴ്ച വരുമല്ലോ അല്ലേ, വെള്ളിയാഴ്ച ആകുമ്പോഴത്തേനും ഒന്നുകൂടെ ഉറപ്പിക്കും, വരുമല്ലേ. ശനിയാഴ്ച വിളിക്കും, വണ്ടി വിടണോ, വരുമല്ലേ. ഞായറാഴ്ച എന്ന ഒറ്റ ദിവസം ആളെ കൊണ്ടിരുത്താൻ വേണ്ടി ബുധനാഴ്ച മുതൽ പണിയണം. ബുധനാഴ്ച, വെള്ളി, ശനി, പിന്നെ വണ്ടിയെ വിട്ടോ എങ്ങനെയാലും ആളെ കൊണ്ട് ഇരുത്തണം. ഇതെങ്ങനാ ദിനം പ്രതി എവ്രി ഡേ? എന്തിനാ അവര് വരുന്നത്? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാൻ, അപ്പം നുറുക്കാൻ, ആത്മീക കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും. അവര് യഹൂദന്മാരായിരുന്നപ്പോ പലരും ദേവാലയത്തിൽ പോയത് എത്ര പ്രാവശ്യമാ? 3 പ്രാവശ്യം. പെസഹ പെരുന്നാളിനും പെന്തക്കോസ്ത് പെരുന്നാളിനും കൂടാര പെരുന്നാളിനും 3 പ്രാവശ്യം ആനുവലി പോയവർ ഇപ്പൊ എത്ര പ്രാവശ്യം വരുന്നുണ്ട്? എല്ലാ ദിവസവും. ഇതെങ്ങനെ സംഭവിച്ചു? ഇതെന്താ ഇതിനകത്തെ മാജിക്? നമ്മുടെ ഈ കേരളത്തിൽ ഒന്നും ഇതുവരെ ആയിട്ടില്ല. ഇങ്ങനെ ഈ ശീതക്കാറ്റോ ചുഴലിക്കാറ്റോ എന്ന് പറയുന്ന പോലെ വരുന്നുണ്ട്, അടിച്ചടിച്ച് വരുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിലുണ്ട്. MMA എന്നാണ് അതിന്റെ ഒരു ട്രെൻഡിനെ വിളിക്കുന്നത്. MMA, മിക്സഡ് മാർഷ്യൽ ആർട്സ്. മാർഷ്യൽ ആർട്സ്, വാട്ട് ഈസ് ദ കണക്ഷൻ വിത്ത് ചർച്ച്? മാർഷ്യൽ ആർട്സ് സ്കൂളിലല്ലേ? MMA അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ചർച്ചസ് 1000 അല്ല, 5000 അല്ല, 10,000-ൽ കൂടുതലാ. എന്തോ ഈ MMA എന്ന് പറഞ്ഞാൽ പറയാ, എങ്ങനെയെങ്കിലും ഞായറാഴ്ച ആളെ കൊണ്ടുവരണ്ടേ? അതിന് എല്ലാരും കൂടെ വന്ന് ഗുസ്തിയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി. അപ്പൊ ഇവരുടെ 2 കാര്യങ്ങളാണ് ഇവരെ ഇതിലേക്ക് നയിച്ചത്. ഒന്ന്, ചർച്ച് എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും തോന്നുന്നത് അവിടെ സ്ത്രീകളാണ് കൂടുതൽ. ഇതിനൊരു മാൻലി ഫേസ് വേണം. എന്തിന്? ചർച്ചെന്ന് കേൾക്കുമ്പോഴേ ഒരു പാശ്ചാത്യ രാജ്യത്തിലെ ചിന്താധാരയാണ് ഞാൻ പറയുന്നത്. ഒരു ഫെമിനൈൻ ചിന്താഗതിയാണ്. ഒരു വീക്കായിട്ടുള്ള സഹോദരിമാര് ചർച്ച് എന്ന് പറയുമ്പോൾ അതിന് ഒരു പൗരുഷമായ പുരുഷ ഒരു ഫേസ് വേണം. നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. രണ്ടാമത്തേത് ഒരു ഇവാഞ്ചലിസ്റ്റിക് റീസണാണ്. ഇത് കാണാൻ എന്തോ വേണം? ആള് വരും. പാസ്റ്ററും വിശ്വാസികളും തമ്മിൽ ഗുസ്തി. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങള് ശരിക്കും പറ, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, MMA ചർച്ചസ്. അപ്പൊ ഇതിലൊരാളോട് ഇന്റർവ്യൂ ചെയ്തു ആള്. ഓരോ ഞായറാഴ്ച കഴിയുമ്പോഴും മൂക്ക് പോയി, ചെവി പോയി, ചോര വരുന്നു. നിങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിനെ കുറിച്ചല്ലേ? സമാധാന പുരുഷനായ യേശു, സന്തോഷം തരുന്ന യേശു. ഇതാണോ സഭയെ? അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാം? ശരിയാ, ബൈബിൾ പ്രകാരം ഇത് തെറ്റാ,
പക്ഷേ കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കും, കാരണം ഞങ്ങൾ ഈ ചെയ്യുന്നത് യേശുവിന് വേണ്ടിയാണ്. വേറൊരു പാസ്റ്റർ ഒഹായോ എന്ന പട്ടണത്തിൽ ചെയ്തത് എന്താണെന്നറിയാമോ? ഒരു കാളയെ കൊണ്ടുവന്ന് അതിനകത്ത്, ഹോളിനകത്ത്. ഇതെല്ലാം ഞായറാഴ്ച എന്ന ഒറ്റ ദിവസം ആൾക്കാരെ കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. ഈ ജല്ലിക്കെട്ട് പരിപാടിയില്ലേ, ഇതുപോലെ പാസ്റ്റർ ചാടി അതിന്റെ മണ്ടേ കയറി 30 സെക്കൻഡ് കാള വരണ്ട് താഴെ ഇട്ടു. 55 വയസ്സോ എങ്ങാണ്ടുണ്ട് ആളിന്. ക്ഷീണമെല്ലാം മാറ്റി നേരെ പുൾപിറ്റിൽ വന്ന് ഓൾട്ടർ കോൾ കൊടുത്തു. യേശു കർത്താവിനെ വേണ്ടി എത്ര പേരുണ്ട്? 300 പേരൊന്ന് സമർപ്പിച്ചു. സഭകൾ എന്തിനെ കുറിച്ച് ചിന്തിക്കുക? എങ്ങനെ ആളിനെ കൊണ്ടുവരാം. അത് ഈ കാള വരണ്ടോടിയാലോ ഗുസ്തി നടത്തിയാലോ എങ്ങനെങ്കിലും ആൾക്കാരെ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇവിടെ അത്ര ആയിട്ടില്ല. ഇവിടെ എത്രയായെന്ന് ചോദിച്ചാൽ പൊഹ വരെ ആയതേ ഉള്ളൂ. ഒരൽപ്പം പൊഹയും ഒരൽപ്പം ഒരു സിനിമാറ്റിക് സെറ്റപ്പ്, ഒരു മൂവി തിയേറ്റർ സെറ്റപ്പ്. എന്താ ഈ പ്രകാശത്തോട് എല്ലാവർക്കും ഇഷ്ടമല്ലാത്തതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈയിടെ ഒരിടത്ത് പോയി, ഞാൻ നന്നായി കഷ്ടപ്പെട്ട് പ്രസംഗിക്കാൻ, കാരണം എനിക്ക് ഒരാളെയും കാണുന്നില്ല. ഏകദേശം 400 പേരോളം ആ ഹോളിനകത്ത് ഇരിപ്പുണ്ട്, എനിക്ക് ഒരാളെയും കാണുന്നില്ല. ആ ഹോളിൽ ആകെ വെളിച്ചമുള്ളത് പുൾപിറ്റിലാണ്. ഞാൻ നിപ്പോണ്ട്, പുൾപിറ്റ് ഇപ്പോണ്ട്, എനിക്ക് ആരെയും കാണുന്നില്ല. പ്രകാശത്തോട് എന്താ ഇത്ര പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലാം ചെയ്യുന്നത് എന്താണെന്നറിയോ? എങ്ങനെയാലും ആൾക്കാർ വരണം. പിള്ളേരൊന്നും അല്ലെങ്കിൽ വരത്തില്ല എന്നാ പറയുന്നത്. കുറച്ച് മ്യൂസിക്കും വെട്ടമെല്ലാം ഓഫ് ചെയ്തും കുറച്ച് ക്രമീകരണങ്ങൾ വേദിയിൽ കാണിച്ചാൽ ചിലപ്പോ അവര് വരും. ഇതെങ്ങനെ ഈ ദിനം പ്രതി? ഒരു കാര്യം മനസ്സിലാക്കണമേ ദൈവസഭയെ, ദിനം പ്രതി ആൾക്കാരെ കൊണ്ടുവരാൻ നമ്മുടെ യാതൊരു പരിപാടികൾക്കും കഴിയത്തില്ല. ഇനി എന്തോ പരിപാടി ഞായറാഴ്ച കാണിച്ചാലും അതിൻ്റെ അടുത്ത ഞായറാഴ്ച ആളെ കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ പരിപാടി കാണിക്കണം. കാരണം തലേ ആഴ്ചത്തെ പരിപാടി കണ്ടു കഴിഞ്ഞു. അപ്പൊ ഒരു ഞായറാഴ്ച കഴിയുമ്പോൾ എന്തോ ആയിരിക്കും ചിന്തിക്കുന്നത്, ഇനി അടുത്ത ആഴ്ച എന്തുവാ, ഇനി അടുത്ത ആഴ്ച എന്തുവാ? ദൈവവചനത്തിലുണ്ട് എല്ലാത്തിന്റെ ഉത്തരം. ഉപദേശമാണ് ഒന്നാമത്. നമ്മൾ ഈ ഹോളിലേക്ക് കടന്നു വരേണ്ടത് ഇവിടെ വേറൊരു കാര്യം കാണാനല്ല. ഇവിടെ കഥാപ്രസംഗം കേൾക്കാനോ കായിക ബലം കാണാനോ കൗശലവാക്ക് കേൾക്കാനോ സംഗീതത്തിന്റെ കുറെ പുതിയ പീസ് പഠിക്കാനോ അല്ല നമ്മൾ ഹോളിലേക്ക് വരേണ്ടത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാൻ എല്ലാ ദിവസവും അവർ വന്നെങ്കിൽ അത് ആത്മപ്രവൃത്തിയിൽ നടക്കേണ്ടതാണ്. ആത്മപ്രവൃത്തിക്ക് പകരം വെക്കുന്ന പ്രവണത കൂടുതലായി വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് തീരുമാനിക്കണം, വിശ്വസിക്കണം, ആത്മപ്രവൃത്തിക്ക് പകരം വെക്കാൻ യാതൊന്നിനും കഴിയത്തില്ല. നല്ല സംഗീതം നല്ലതാ, നല്ല വെളിച്ചം നല്ലതാ, നല്ല ക്രമീകരണങ്ങൾ നല്ലതാ, നല്ല മ്യൂസിഷ്യൻസ് ഉണ്ടെങ്കിൽ. ഞാൻ ഇന്നലെ വൈകിട്ട് ഒരു കൺവെൻഷൻ പോയി, എന്തോ ഒരു നല്ല സംഗീതമായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, കർത്താവ് എന്നെ വിളിച്ച ദൈവവചന ചിന്തകൾ ഞാൻ പറയുന്നു. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് ഫ്ലൂട്ട് വായിച്ചു, കീബോർഡ് വായിച്ചു, എല്ലാം നല്ലതാ. അവർ ചെയ്തതും ആത്മനിറവിൽ സുവിശേഷം പറയാൻ പാട്ടിലൂടെ അവർ പറയുക, ഞാൻ പ്രസംഗിക്കുന്നു, ഇതെല്ലാം വേണം. പക്ഷേ ക്രിസ്തു കേന്ദ്രീകൃതമായ ഉപദേശത്തിൽ നിന്നും മാറ്റുന്നതായിരിക്കരുത് ഒരു പ്രവണതയും. അതിന് പകരം വെക്കാൻ ഒന്നും കഴിയത്തില്ല. രണ്ടാമത് ഞാൻ ആ വാക്കിൽ കാണുന്നത്, ഒന്ന് ദിനം പ്രതി, അതിന് ആത്മാവിനെ കഴിയത്തുള്ളൂ. രണ്ടാമത് അവരെവിടാ കൂടി വന്നതെന്നറിയാമോ? ദിനം പ്രതി ദേവാലയത്തിൽ എന്ന് പറയുമ്പോൾ എന്തോ ദേവാലയത്തിന് അകത്ത് കയറിയോ അവര്? നോ നോ നോ. ദേവാലയം എന്ന് പറയുന്ന ആ ഏരിയ 35 ഏക്കറാണ്. 26 27 ഫുട്ബോൾ ഫീൽഡ് ഒരുമിച്ച് വെക്കുന്ന അത്രയും വിശാലമാണ് ഈ സ്ഥലം. ഏകദേശം 70,000 പേര് മുതൽ 100,000 പേര് വരെ ഇരിക്കാൻ, ഹോൾഡ് ചെയ്യാൻ ഒക്കുന്നതാണ് ഈ ദേവാലയത്തിന്റെ പരിസരങ്ങൾ. ഇവരെത്ര പേരുണ്ട്? മാളിക മുറിയിൽ ഇരുന്ന 120 പേര് ഇപ്പൊ എങ്ങോട്ടാ ഇറങ്ങി വന്നിരിക്കുന്നത്? ദേവാലയത്തിന്റെ കോർട്ടിലേക്ക്. വലിയ സമുദ്രം പോലെ ആൾക്കാർ.
ഇവർ ന്യൂനപക്ഷമാണ്. പക്ഷേ ഇവരെ അങ്ങോട്ട് നയിച്ചെന്ന് പറഞ്ഞാൽ പിന്നീട് ഇവരെ ദൂതൻ പോലും പറയുന്നത് എന്താണെന്നറിയാമോ? പ്രവൃത്തികളുടെ പുസ്തകം 5-ാമത്തെ അധ്യായം വരുമ്പം ദൂതൻ പ്രത്യേകമായിട്ട് പറയുകയാണ്, 5:20 വാക്യം ശ്രദ്ധിക്കണം. ഇവർ ഈ ദിനംതോറും ദേവാലയത്തിൽ വന്നു എന്ന് പറയുന്നത് വേറെ സ്ഥലമൊന്നും കിട്ടിക്കാണത്തില്ല, അങ്ങനല്ല. 5:20 എന്തോ പറയുന്നത്? ദൂതൻ പറയുന്നത്, തടവിൽ നിന്ന് ഇറങ്ങി വരുന്നവരോട് പറയുന്നത്, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പീൻ. ഇവര് ദേവാലയത്തെ ചുറ്റിപ്പറ്റിയാ നിൽക്കുന്നത്. കയ്യിൽ എന്തോ ഉണ്ട്? ഉപദേശമുണ്ട്. എന്താ ഇതിന്റെ പ്രത്യേകത? ഇതേ സ്ഥലത്തിരുന്നുകൊണ്ടാണ് യേശു ഉപദേശിച്ചത്. എന്നാൽ ഇന്ന് ഇവരോട് അക്ഷരികമായി യേശു ഇല്ല. ആത്മസാന്നിധ്യത്താൽ യേശു ഇരുന്ന സ്ഥലത്തേക്ക് ഇവർ ആനയിക്കപ്പെട്ട് യേശു ഒരിക്കൽ ചാട്ടയെടുത്തടിച്ചതാ. എന്നാൽ ഉപദേശത്തിലൂടെ മാസങ്ങൾ വർഷങ്ങൾ പൊരുതുകയാണ് ഈ ദേവാലയത്തിന്റെ വെളിയിൽ. ആത്മനിറവൾ ലഭിച്ചവർ, ഉപദേശം എന്ന് പറയുന്നത് ഇതൊരു പോരാട്ടമാണ്. ഇത് ചുമ്മാതെ പൗലോസ് പറയുന്ന പോലെ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നു, ആകാശത്തേക്ക് മുഷ്ടിയുദ്ധം ചെയ്യുന്നതല്ല ഉപദേശം. ഉപദേശം എന്ന് പറയുന്നത് അന്നത്തെ ദേവാലയ സമ്പ്രദായങ്ങളോട് ഉപദേശത്തിൽ അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം എന്ത് സംഭവിച്ചു? AD 70 ഈ ദേവാലയം ടൈറ്റസ്, സൺ ഓഫ് വെസ്പേഷ്യൻ, ടൈറ്റസ് എന്ന് പറയുന്ന ആ ഭരണാധികാരി ഇതിനെ ഇടിച്ച് താഴെ ഇട്ടു. ഉപദേശത്തിന്റെ ഒരു പോരാട്ടം, അതിനായി ദൈവം നമ്മളെ ഈ തലമുറയിൽ വിളിക്കുകയാണ്. കപട ഭക്തിയുടെ ഒരു മതം, ചട്ടങ്ങളുടെയും പരിചയങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും ഒരു ആത്മീകതയിൽ നിന്നും ഉപദേശത്തിന്റെ ഒരു പോരാട്ടത്തിനായി എവിടോട്ടാ വിളിക്കുന്നത്? നിങ്ങൾ ദേവാലയത്തിന്റെ അടുക്കലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കണ്ട, ഇത് വെളിയിൽ വരണം. അതുകൊണ്ടാണ് എനിക്കറിയാം, നമ്മൾ ഈ വരുമ്പോ ഈ മീഡിയ കാര്യങ്ങളൊക്കെ ചിലപ്പം നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ സ്റ്റാൻഡ് കളന്നിരിക്കുന്നു, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കും, ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻ ആയിട്ടൊക്കെ തോന്നാം. പക്ഷേ ഈ ക്യാമറകളെല്ലാം ഒരു പോരാട്ടത്തിന്റെ ഭാഗമാണ്. സത്യ സുവിശേഷം മുഴങ്ങേണ്ടത് ഈ ഹോളിനകത്ത് മാത്രമല്ല, ലോകം മുഴുവൻ മുഴങ്ങണം. ഉപദേശത്തിന്റെ ഒരു വലിയ പോരാട്ടമാണിത്. ദിനം പ്രതി അവർ ദേവാലയത്തിൽ വന്നു, ദേവാലയത്തിൽ തന്നെ അവരിയ്ക്കുക ഒരു ഉപദേശത്തിന്റെ പോരാട്ടത്തിന് വേണ്ടി. അങ്ങനെ ഇരിക്കുന്നവരെ മൂന്നാമത് അവിടെ കാണുന്നത് ദൈവം സഭയിൽ ആൾക്കാരെ കൊണ്ടുവന്നു. ഈ തിരുവല്ല കൺവെൻഷനിൽ വിശ്വസിക്കണം, കുറഞ്ഞത് 5 കുടുംബങ്ങളെങ്കിലും ആ കൺവെൻഷൻ കഴിയുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിലോട്ട് കയറണമേ, ദൈവം അവരെ ചേർക്കണമേ എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ദിനം പ്രതി ചേർന്നിരിക്കുക, ഉപദേശത്തിന്റെ പോരാട്ടത്തിനായി സമർപ്പിക്കുക, ജീവിതം ക്രമീകരിക്കുക. ബാക്കി റിസൾട്ട് തരേണ്ടത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, ഇത് ദൈവം ചെയ്യേണ്ട കാര്യമാണ്. ദൈവമാണ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയിലോട്ട് ചേർക്കുന്നത്. ഈ ഒരു പ്രവൃത്തിക്കായി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഈ പകലിലൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ആ ബൈബിളൊക്കെ ഒന്ന് മടക്കി വെച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, ഒരു ദൗത്യത്തിനായിട്ടാണ് അങ്ങനെ തെരഞ്ഞെടുത്തതെങ്കിൽ, ദൈവസഭയിലേക്ക് അങ്ങനെ കൊണ്ടുവന്നെങ്കിൽ, ഒരു കെട്ടിടമായി പണിയുമ്പോൾ, കർത്താവ് മൂലക്കല്ലായി ഒരു കെട്ടിടമായി ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് സഭ പണിയപ്പെടുമ്പോൾ നമുക്കിതിനകത്തൊരു റോളുണ്ട്. ഉപദേശത്തിലേക്കും കൂട്ടായ്മയിലേക്കും അപ്പം നുറുക്കിലേക്കും ഷെയറിങ്ങിലേക്കും സയൻസിലേക്കും സ്തുതിയിലേക്കും ഹൃദയ പരമാർത്ഥതയിലേക്കും തുറന്നു കിടക്കുന്ന ഭവനങ്ങൾ ദൈവം നമുക്ക് നൽകട്ടെ. ഹൃദയ പരമാർത്ഥതയുള്ള ശിഷ്യന്മാർ ഇതിനകത്ത് വർദ്ധിക്കട്ടെ. കപടതകളല്ല, ആത്മനിറവിന്റെ ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം ഇതിനകത്തുനിന്ന് ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. സ്തുതിപ്പിന്റെ ആരവം ഇതിനകത്ത് കുറയുകയല്ല, ഇതിനകത്ത് കൂടട്ടെ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് ഇന്ന് പകലിൽ നമ്മളെ സമൃദ്ധിയായി ശുദ്ധീകരിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.